പ്രേക്ഷകരെ വെൽക്കം ബാക്ക് ടു കൊല്ലം ആശ്രാം മൈതാനത്താണ് നിൽക്കുന്നത്. ഇത് രസവതി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഊട്ടുന്ന സ്ഥലമാണ്. ഇത് ഒരു ഏറ്റവും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 30,000-ഓളം കുട്ടികൾക്ക്, അപ്പോൾ പഴയടം തിരുമേനി നമുക്ക് കൊണ്ടുപോകും, 30,000-ഓളം കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കുന്ന ഏറ്റവും ഭാരിച്ച ജോലി പതിപോലെ ഏറ്റെടുക്കുക. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ അതെ, അങ്ങയുടെ മോശപ്പെട്ട സമയം കഴിഞ്ഞു, ഇനിയിപ്പോൾ നല്ല സമയമാണെന്ന് നല്ല സമയമായിരുന്നല്ലേ? ഓക്കെ. അല്ല, അന്ന് തിരുമേനിയുടെ മകൾ എന്നോട് പറഞ്ഞേ, തിരുമേനി ഈ ടെൻഷനൊക്കെ ഉണ്ടായപ്പോൾ കയറി കിടന്നൊരു ഒറ്റ ഉറക്കമൊക്കെ ഉറങ്ങി. ഉറക്കം എല്ലാത്തിനും ഒരു അവസാനം കണ്ടത്. ആ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാണ് ഞാൻ സമാധാനിപ്പിച്ചത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടോ? അന്ന് ഉറക്കം പോയെങ്കിൽ ഇന്ന് പ്രശ്നമില്ല. അപ്പൊ ഇനി കുട്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ 30,000 കുട്ടികൾക്ക് 30,000 മുതൽ 30,000 വരെ ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്നുണ്ട് 3 നേരങ്ങളിലായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ രാവിലെ സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? സ്പെഷ്യൽ ഐറ്റംസ് ഇല്ല, റൂട്ടീൻ ആയിട്ടുള്ള വിഭവങ്ങൾ തന്നെ. വെജിറ്റേറിയൻ മാത്രം. അത് മന്ത്രി പറഞ്ഞാണ് വെജിറ്റേറിയൻ കൊടുക്കുന്നുള്ളത് മിനിസ്റ്റർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. നമുക്ക് വെജിറ്റേറിയൻ തന്നെ കൊടുക്കാം. മാത്രമല്ല, ഇത് അതേ പ്രായോഗികമായിട്ടുള്ള സാറിന് നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമല്ലേ. ഇന്ന് നമ്മളൊരു പ്രത്യേകത, ഇന്ന് പായസത്തിൽ നമ്മൾ സാധാരണ എവിടെയെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും പുതുമ കൊടുക്കാറുണ്ട്. ഇന്ന് നമ്മളൊരു പഞ്ചഫല പായസം എന്ന് പറഞ്ഞിട്ടൊരു വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ശരിക്കൊരു മെഡിസിൻ പായസം തന്നെ. ഇൻഗ്രീഡിയൻസ് പറയത്തില്ല, പക്ഷേ പ്രമേഹ രോഗികൾക്ക് ഒരു പായസമാണ്. അത് വേറെ. പ്രമേഹ രോഗികൾക്ക് നമുക്ക് അത് പ്രമേഹ രോഗികൾക്കുള്ള പായസം ഒരു ഡയബറ്റിക് കൗണ്ടർ സെപ്പറേറ്റ് ആണ്, അവിടെ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കലവറ വളരെ വിശാലമാണല്ലോ. അല്ല, ഇത് 7,000 സ്ക്വയർ ഫീറ്റ് ആണ് കിച്ചൺ മാത്രം. 25,000 സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഹാള്. അപ്പൊ എല്ലാ സജ്ജീകരണങ്ങളും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേഷൻ മേയറിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇവിടുത്തെ വേസ്റ്റ് വാട്ടർ ശരിയായിക്കൊണ്ടിരിക്കുന്ന സാധനം. അത് അവിയലല്ലേ? അപ്പൊ എത്രായിരം പേർ കൊടുക്കേണ്ട അവിയലായി? അല്ല, അതിനും വരും. ഇതിങ്ങനെ രണ്ടെണ്ണം വെച്ച് നമ്മൾ ചെയ്തോണ്ടിരിക്കുക. അതൊരു 5-6 വാർപ്പ് 8 വാർപ്പ് അവിയൽ വരെ കൊടുക്കും. എത്ര കൊല്ലമായി തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഇത് 87 തുടങ്ങിയ സാർ. അപ്പൊ അത്ര നാളായില്ലേ, 30-35 വർഷമായി. സത്യം പറഞ്ഞാൽ എവിടെ കലോത്സവം ഉണ്ടോ അവിടെ പഴയടം തിരുമേനി ഉണ്ടാവും. അല്ല, കലോത്സവത്തിൽ ഇത് 17ാമത്തെ തവണ അല്ലേ? സ്കൂൾ മറ്റേ യൂത്ത് ഫെസ്റ്റിവൽ ഇല്ലേ? ജില്ലാ കലോത്സവങ്ങൾ എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നേ ഇത്രയും വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞത് ഈ അടുത്ത കാലത്ത് ആദ്യമാണ് കാണുന്നത്. ഇനി അരിയാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുക അല്ലേ? അപ്പൊ നമ്മുടെ ചേച്ചിമാര് ഭയങ്കര വേഗമാണല്ലോ, ഭയങ്കര സ്പീഡാണല്ലോ. നമസ്കാരം സാറേ. നമസ്കാരം. ജീവിതമൊക്കെ എങ്ങനെ പാചകപ്പുര പോകുന്നല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഒരു തിരുമേനി നന്നായിട്ട് അധ്വാനിപ്പിക്കുന്നുണ്ടല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ നിങ്ങൾ നേരത്തെയൊക്കെ പാട്ടൊക്കെ പാടിയെന്ന് കേട്ടു. ചേച്ചി ചേച്ചി തകർത്തോളൂ. കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. നിങ്ങളുടെ കൂടെ പാടും. കുട്ടനും നന്ദിനി കുട്ടിക്കും ആറ്റുനോറ്റുണ്ടായ കല്യാണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാഞ്ചേതന്റെ തപ്പു വേണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാഞ്ചേതന്റെ തപ്പു വേണം. തെയ്യക്കന്താരോ തെയ്യാരോ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. എത്ര മണിക്കാണ് റെഡി ആവേണ്ടത്? പാട്ടും പാടിയിരുന്നാ മതിയോ? ജോലി അടക്കട്ടെ. എന്നെ തിരുമേനി തുറിച്ച് നോക്കുന്നു, ആരടാ ഇവൻ എന്നുള്ള ലൈനിൽ. ഓക്കെ. കാര്യം ഈ ഓണത്തിനിടെ പുട്ടുകച്ചവടം അല്ലേ? അവർ ജോലി ഭക്ഷണമൊക്കെ പാകം ചെയ്തതിനിടയിലും കറിക്കരിയുന്നതിനിടയിലും ഒക്കെ തന്നെ നമ്മുടെ മിനിസ്റ്റർ അല്ലേ? അയ്യോ. അപ്പൊ മിനിസ്റ്റർ ചെഞ്ചുറാണി കൂടി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. അപ്പൊ ഈ കലവറയുടെ ചാർജ് വല്ലതും ഉണ്ടോ? ഇല്ല, കലവറയുടെ ചാർജ് ഇല്ല. ചടയമംഗലത്തിന്റെ മന്ത്രിയാണല്ലോ. അതെ. അപ്പൊ കൊല്ലത്തേക്ക് കലോത്സവം വന്നു, സന്തോഷമായോ? വളരെ സന്തോഷമായി. നന്നായി നടക്കുന്നു എന്നുള്ളത് അതിലും വലിയ സന്തോഷം. അതെ, ഏറ്റവും നല്ലതുപോലെ നടക്കുന്നുണ്ട്. ഒരു പരാതി പോലും വരാത്ത നിലയിലാണ് ഇത്തവണത്തെ കലോത്സവം സംഘാടകര് അത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ അതിന്റെ സ്വാഗത സംഘം കൂടി, അങ്ങനത്തെ ഒരു പരാതിയും നമുക്ക് കിട്ടിയിട്ടില്ല. വളരെ മെച്ചമായ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു നേരം 2,500 പേരെ ഇരുത്താൻ, 20,000-30,000 ആൾക്കാർക്ക് എല്ലാം കുക്കിംഗ് അറിയാവുന്നവർക്കല്ലേ ഈ പഴയടത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ശരിക്കും മനസ്സിലാവും. അതെ. ഇന്നൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. നമ്മൾ വെജിറ്റബിൾ ആണ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്ന കുഞ്ഞുങ്ങൾക്ക്, പക്ഷെ ഇന്ന് മീൻകറി ഉണ്ട്. ഞാൻ പോയി അതിന്റെ രുചിയൊക്കെ ഇപ്പൊ നോക്കിയോ? പിന്നെ രുചിയൊക്കെ ഫിഷ്ലെസ് ആണ്.
ഫിഷ്ലെസ് ആണ്. മീനില്ലാത്ത മീൻകറി സാറേ. എന്റെ അമ്മ അവരെന്നെ പറ്റിച്ച് മീൻകറിയാണെന്ന് നമുക്ക് പിന്നെന്താ പഴയടം തിരുമേനി വന്നിട്ട്. അതെ അതെ അതെ. അപ്പൊ മീൻകറി എന്ന് പറഞ്ഞൊരു ഐറ്റം ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്നിപ്പോ. അപ്പൊ കുട്ടികളെ പറ്റിക്കാനല്ലേലും അവർക്കത് നല്ലതുപോലെ കഴിക്കാം. അല്ല, അവർക്കൊരു ടേസ്റ്റ് ഫീൽ ചെയ്യോ തിരുമേനി? പിന്നെ അപ്പൊ ഫിഷ് ഇല്ലാത്ത ഫിഷ് കറിയാണ് അല്ലേ? ഓ ഇതാണല്ലേ? ഞാനിത് ചെയ്ത ആളുടെ അടുത്ത് എന്തൊരു മീനാണെന്ന് ചോദിച്ച്. ഓ അത് ശരി ശരി. മീന്റെ പേര് പറയുന്നില്ല. ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് ഇതാണ് പഴയുടെ മാജിക് അല്ലേ? സൂപ്പറായി. ഓക്കെ. അപ്പൊ അതൊന്ന് കഴുകി വെച്ചോണം. തവി ഇല്ല. ഓക്കെ, റെഡി. ഇനി അതിനകത്ത് മുക്കരുത്. കാര്യം അല്ലെങ്കിൽ പ്രേക്ഷകർ ഇത് കണ്ടോണ്ടിരിക്കുക, അവർ നമ്മളെ കുറ്റപ്പെടുത്തും. ഓക്കെ, റെഡി. അപ്പൊ മിനിസ്റ്ററെ, അപ്പൊ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റത്തിന് വേണ്ടി ഇപ്പൊ നാളെ ഇത് അവസാനിക്കുകയാണല്ലോ, അപ്പോ പഴയടത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും? നമ്മുടെ ഒരു നല്ല സുഹൃത്താണ് പണ്ടേ അദ്ദേഹത്തിന്റെ ഭക്ഷണമല്ലേ നമ്മൾ കൊല്ലക്കാർ കഴിച്ചോണ്ടിരിക്കുന്നത്. അതിനകത്ത് വേറെ വലിയ പ്രത്യേകത ഒന്നുമില്ല. അത് സ്വാദിഷ്ടമായി കഴിക്കുക, എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. ഓക്കെ. പഴയിടം ഒരുക്കുന്ന രസക്കൂട്ടുകളുടെ രസപ്പെരുമ തേടിയെത്തുന്നവർ അവിടെ ഒരുക്കുന്ന കലയിടത്തിൽ വരങ്ങേറുന്ന കലാരസങ്ങളിൽ ലയിച്ച് ചൊല്ലിടത്തിലെ നിർദ്ദേശ ചൊല്ലുകൾക്കനുസരിച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ 15 തരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. അഷ്ടമുടി, ജടായുപ്പാറ, മൺട്രോത്തുരുത്ത്, സാമ്പ്രാണിക്കോടി, തങ്കശ്ശേരി, തെന്മല, ചെന്തുരുണി. എന്തുകൊണ്ട് നടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അനൗൺസ്മെന്റിന്റെ ചാർജ് ആണോ താങ്കൾക്ക്? അതെ അതെ. ഓക്കെ. പേരെന്താ? വിനോദ് പിച്ചനാട്. ശബ്ദം കൊള്ളാം. ടി വി കയറിയ നന്നാവും അല്ലേ? അതെ അതെ അതെ. സൗണ്ട് ഉള്ളവരെ ഇതിന് വെക്കൂ അല്ലേ? ശബ്ദം. ഓക്കെ. അപ്പൊ ഈ മൈക്കിലൂടെ എപ്പോഴേ താങ്കളുടെ ഓരോ രഹസ്യങ്ങളൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ കേൾക്കൂലേ? ഓക്കെ, വളരെ സന്തോഷം. താങ്കളുടെ ശബ്ദം നന്നായിരിക്കുന്നു. നമ്മളൊക്കെ ശബ്ദത്തെ പ്രണയിക്കുന്നവരാ. സന്തോഷം. ഓക്കെ. അപ്പൊ മിനിസ്റ്ററെ, താങ്ക് യു. നന്നായി നടക്കട്ടെ. വലിയൊരു കെ.എൻ. ബാലഗോപാലും ശിവൻകുട്ടി, മന്ത്രി ശിവൻകുട്ടി, കെ പി ഗണേഷ് കുമാർ തുടങ്ങിയ വലിയൊരു മന്ത്രി സംഘം, മുകേഷും അല്ലേ? 4 മന്ത്രിമാർ ഇവിടെ തന്നെ ഉണ്ട്. അവർ പോകരുത്. നാളെ കഴിഞ്ഞ് 12 മണിക്ക് പോവും. ഓക്കെ. താങ്ക് യു. അപ്പൊ ഞങ്ങൾ 15 സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആണല്ലേ? 15 സ്ഥലോ? തങ്കേശ്ശേരി, തെമ്മല. ഫുഡ് കമ്മിറ്റി കൺവീനർ. ഓക്കെ, നമസ്കാരം. 24-ന് കമ്മിറ്റിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വളരെ ആകാംക്ഷാപൂർവ്വം പഴയടം നമ്പൂതിരി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. നല്ല ഭക്ഷണം കൊടുക്കുന്നുള്ള വളരെ സന്തോഷമാണ്. അപ്പൊ തിരുമേനി എല്ലാവരും സന്തോഷമില്ല. ഓക്കെ. അപ്പൊ തിരുമേനി, നമുക്ക് ഇതെല്ലാം പാചകപ്പുര കാണുന്നതിനിടയിൽ നമുക്ക് ഒരു അല്പം പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അവിടെ കുറെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള സ്ത്രീകളുണ്ടല്ലോ. അപ്പൊ തിരുമേനി ക്ഷീണിച്ചെന്ന് തോന്നുന്നില്ല? നടക്കാൻ വയ്യാത്ത അവസ്ഥയായോ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ. കൈകാലികൾക്ക് ഇപ്പോഴും ആരോഗ്യക്കുറവൊന്നുമില്ല, സ്ട്രോങ് ആണ് അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ കുട്ടികൾ വന്നല്ലോ. ഓ, ഭയങ്കര സന്തോഷമായി. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ പാചകപ്പുരയിൽ വന്നു കഴിഞ്ഞു. അവര് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഓക്കെ. താങ്ക് യു. ഓക്കെ. എങ്ങനെയുണ്ട് ഇന്ന് പുട്ടും കടലാണോ? പുട്ട് എങ്ങനെയുണ്ട്? ഫോട്ടോ ഒക്കെ എടുക്കാം, നമുക്ക് ഫോട്ടോ എടുക്കാം. ഓക്കെ. കഴിച്ച് ക്ഷീണിച്ചോ? എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയാ. ഓക്കെ. നമ്മളൊന്നും കഴിച്ചിട്ടില്ല. കഴിക്കാത്തവന്റെ ദുഃഖം കഴിച്ചവരാണ്. സൂപ്പറാണോ? സൂപ്പർ. കഴിച്ചു നോക്കണം സാർ. പഴയ തിരുമേനി കൂടെ ഉണ്ട്, വല്ല ഉണ്ടേ പറഞ്ഞോളാം. ഓക്കെ. അതെ. മോളെ, എങ്ങനെയുണ്ട്? പുട്ടും കടലൊക്കെ സൂപ്പറാണോ? ഇതാണ് അതിന്റെ സൃഷ്ടാവ്, മനസ്സിലായല്ലോ? പഴയടം. അടിപൊളി. ഓക്കെ. ഇത് കുറെ കാലമായി കണ്ടിട്ട്. ഓക്കെ, എല്ലാം അല്ലേ? അപ്പൊ ഇതാണ് അത്. എല്ലാം സൂപ്പറായിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഇങ്ങനെ എത്രയോ ആളുകൾ കഴിക്കുന്നു അല്ലേ ഇത്? കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. വീട് എവിടാ? പള്ളൂക്കിൽ തന്നെ. ഞാൻ പ്രവിതാലക്ഷ്മിയെ കണ്ടു. മധു കൊട്ടാരക സാറങ്ങ് പോയാ? മധു കൊട്ടാരക ഇവിടെ ഉണ്ട്. ഓക്കെ. ഹലോ, എന്തുകൊണ്ട് വിശേഷം? വെള്ളം ഒഴിച്ചോട്. അപ്പൊ ഇനി നമുക്ക് അതാണ് ഇപ്പൊ ഇവിടെ എല്ലാവരും NCC-ക്കാരും പോലീസുകാരും ഇടുക്കിക്കാരല്ലേ? ഓക്കെ, സന്തോഷം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനി നമുക്ക് തേവള്ളിയിൽ നമ്മുടെ ജയന്റെ സ്മാരകമുണ്ട്. നിങ്ങൾക്കറിയുന്ന പോലെ മലയാള സിനിമയെ അത്ഭുതപ്പെടുത്തിയ നടനാണ് ജയൻ. കൊല്ലത്തിന്റെ ജയനാണ്. അവിടെ സ്മാരകത്തിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത് ആരായിരിക്കും? എന്തായാലും നമ്മുടെ പ്രതിനിധി അവിടെ ഉണ്ട്. നിഖിൽ പ്രമേഷാണ് ജയൻ സ്മാരകത്തിൽ നമ്മൾ ഒപ്പം ചേരുന്നത്. ഓവർ ടു നിഖിൽ പ്രമേഷ്. നിഖിൽ, നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലേ? ഹായ്.
അപ്പൊ കുട്ടികളെ നിങ്ങളെല്ലാം കണ്ടു. നമുക്കൊന്ന് ജയന്റെ കാര്യം കേട്ടിട്ട് നിഖിൽ പ്രമേഷ് തേവള്ളിയിലാണ് ഉള്ളത്. സ്കെയിൻ തേവള്ളിയിൽ ജയൻ സ്മാരകം നമുക്ക് കാണാൻ കഴിയും. അവിടെ എത്തുമ്പോൾ ഭയങ്കര അനശ്വര നടൻ്റെ ഓർമ്മകൾ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ കടന്നു വരും. അദ്ദേഹത്തിൻ്റെ വീടും ഇതിന് പുറകിൽ തന്നെയായിരുന്നു. പക്ഷെ നമുക്കറിയാം ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സാഹചര്യം, അദ്ദേഹത്തിൻ്റെ വീടിപ്പോൾ അത് സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതൊരു വേദനയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ആ ചിത്രം നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ആ പ്രതിമ തീർത്തിട്ടുള്ളത്. ഒരു ജീവനുള്ള മനുഷ്യൻ കണക്കെ നമുക്ക് അദ്ദേഹത്തെ അനുഭവപ്പെടുന്നു. മരിച്ചിട്ട് ഇത്ര അധികം വർഷങ്ങളായിട്ടും ജയൻ ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം അവശേഷിപ്പിച്ചിട്ടുള്ള കഥാപാത്രം, ഓരോ കഥാപാത്രങ്ങളും മലയാളിയുടെ മനസ്സിൽ അത്രയധികം ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തെ വളരെ നന്നായി അറിയാവുന്ന വിനയൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. താങ്കൾ എന്നോട് പറഞ്ഞു ഇതിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പം ജയൻ ഈ വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാമായിരുന്നു എന്ന്. എങ്ങനെയാണ് താങ്കൾ അത് ഓർത്തെടുക്കുന്നത്? ഞാൻ സിനിമാ ലോകത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ 74-ലാണ്. നിങ്ങൾക്ക് കൃഷ്ണൻ നായരാണ് കൃഷ്ണൻ നായരാ വീട്ടിൽ അമ്മ വിളിക്കുന്നത്. വീട്ടുപേര് കൃഷ്ണൻ നായർ, ഞങ്ങളൊക്കെ വിളിക്കുന്ന ബേബി എണ്ണാന്ന്. ബേബി എണ്ണ. ആ, സിനിമാ ലോകത്ത് കടന്നതിന് ശേഷമാണ് ജയൻ എന്നൊരു അഡ്രസ്സ് കിട്ടുന്നത്. അല്ലാതെ പിന്നെ നേരത്തെ ഞങ്ങൾ ജയൻ എന്നൊന്നും അറിയുന്നില്ല. ഞങ്ങൾ ബേബി എണ്ണ എന്ത് വിശേഷം ഉണ്ടായാലും ഞങ്ങൾ ചോദിക്കാറുണ്ട്. ഇതിന്റെ വീട് ഇതിന് പുറകിലായിരുന്നു. അതിൻ്റെ ബാക്കിൽ 4 സെൻറ്റ് സ്ഥലവും വീടും അനിയനും ചേട്ടനും ഇവിടെ താമസിച്ചത്. പുള്ളി ജോലി സംബന്ധമായിട്ട് പുറത്തോട്ട് പോയതാണ്, എറണാകുളം, കൊച്ചി ആ ഭാഗങ്ങളിൽ. അപ്പോഴാണ് 74-ലാണ് സിനിമാ ലോകത്തോട്ട് സാപമോഷം എന്നൊരു പടം ജോഷി പുള്ളിയെ വിളിച്ച് പറഞ്ഞ് ബേബി, അവർ ബേബി എന്നാണ് വിളിക്കുന്നത്, അവർ തമ്മിലെ സുഹൃത്തുക്കളെ. ബേബിയുടെ ഒരു മുഖം കൊള് സിനിമയിലോട്ട് അങ്ങനെയാണ് 4 റോളിലാണ് അതിനകത്ത് അഭിനയിക്കുന്നത് നന്ദിതാബോസുമായിട്ട്. അദ്ദേഹത്തിന് അന്ന് തന്നെ ഒരു വലിയ ഉയരങ്ങളിൽ എത്തണം എന്നുള്ള വലിയ ആഗ്രഹം ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം. കഠിനാധ്വാനം ഉണ്ട്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ പ്രേമനസരും സഹായിച്ചു ഒരുപാട് നല്ല രീതിയിൽ. അദ്ദേഹം വയ്യാതെ ഇരിക്കുകയായിരുന്നു. നമ്മൾ ജയനെക്കുറിച്ച് സംസാരിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കുളിച്ചൊരുങ്ങി ഇവിടേക്ക് എത്തിച്ചേർന്നതാണ്. എങ്ങനെയാണ് നിങ്ങൾ നാട്ടുകാർ ജയനെ ഓർക്കുന്നത്? ജയൻ ഞങ്ങളുടെ ഹൃദയത്തിൽ തീർച്ചയല്ലേ. എല്ലാ വർഷവും ഞാൻ ജയൻ്റെ പേര് ഒരു ക്ലബ്ബ് തന്നെ ആശ്രമത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം 8 വർഷമായി. ദീപക് ഇങ്ങോട്ട് വന്നല്ലേ? ദീപകിന് 50ഓളം ഇതുണ്ട്. നടത്ത ക്ലബ്ബുണ്ട്, ഫുട്ബോൾ ക്ലബ്ബുണ്ട്. അപ്പോൾ എല്ലാ വർഷവും വാർഷിക നടത്തിട്ട് ബാഗിൽ തന്നെ ക്ലബ്ബുണ്ട്. ഇവരാണ് എൻ്റെ ഡയലോഗ് എന്തെങ്കിലും പെട്ടെന്ന് ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാലൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ജയൻ ഇപ്പം 74 സിനിമയിൽ പോയി 6 വർഷമായിട്ട് സിനിമാ ലോകത്തോട്ട് കടന്നു. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മുടെ പാചക വിദഗ്ധൻ പഴയടം തിരുമേനി വിടവാങ്ങുന്നില്ല. അടുത്ത കലോത്സവത്തിലേക്ക് നാളെയല്ലേ വിടവാങ്ങും? അടുത്ത ജോലി തിരക്കാം. അപ്പൊ നന്നായിരിക്കട്ടെ, വിജയീ ഭവ. അപ്പൊ എല്ലാ ടെൻഷനും ഒഴിഞ്ഞു. നല്ല ഒന്നാന്തരം ഭക്ഷണം കുട്ടികൾ കൊടുക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ ഒരു സംഭവം വേണ്ടത്? നടക്കട്ടെ, വേഗം ആയിക്കോട്ടെ. ഞാൻ കഴിക്കും. പിന്നെ ഞാനിവിടുന്ന് കഴിക്കാൻ വേണ്ടി തന്നെ വന്നതാ. കഴിഞ്ഞ 4 മാസമായിട്ട് ഇതിനായിട്ട് കാത്തിരിക്കും. ഓക്കെ, റെഡി. അപ്പൊ മകളെ ഏത് സ്കൂളാ? കണ്ണൂർ. നിങ്ങൾ മത്സരിച്ചു കഴിഞ്ഞോ? അയ്യോ, അപ്പൊ മത്സരിക്കുന്ന ടെൻഷനാണോ? അപ്പൊ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ണൂരാ അല്ലേ? ഓക്കെ, അപ്പൊ ടീച്ചറാ? അമ്മയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും അല്ലേ. മോളുടെ പേരെന്താ? ഓക്കെ, മക്കളെ സ്കൂളിൽ നിന്നാ? കണ്ണൂരാ. നിങ്ങളെല്ലാം കണ്ണൂരാണ്. കണ്ണൂർ ടീച്ചറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മത്സരിച്ചോ? ഇനിയിപ്പോ ഇന്ന് മത്സരം ഏതാ ഐറ്റം? നിങ്ങളുടെ ഐറ്റം ഏതാ? ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പൊ നിങ്ങൾ മത്സരിച്ചില്ലയോ? എന്നാ ഇന്നാണോ? ഏതാ ഐറ്റം? സ്കൂൾ ഏതാ? ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാരും നല്ല ശക്തിയോടെ എങ്ങനെയാ മത്സരിച്ചോളെ. ഓക്കെ മോളെ, മിടുക്കിയായിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ദീപക് തർപ്പണം കൂടെ നമുക്കൊപ്പം ചേരുന്നു. ദീപക്, കോഴിക്കോട് നിന്ന് ദീപക് മത്സരം കാണാൻ വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ എന്റെ ഒരു ആശങ്ക എന്ന് വെച്ചാൽ കോഴിക്കോടിന്റെ കയ്യിലാണ് കപ്പ്. കോഴിക്കോടിന്റെ കയ്യിലാണ് ഈ കപ്പ് നഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ണൂരിന് കിട്ടണം. കാരണം കണ്ണൂരാണ് ഇപ്പൊ പോയിന്റ് നിലയിൽ മുമ്പിലുള്ളത്. അതൊക്കെ മാറി പറയും. ഇനി 2 ദിവസം മത്സരം നടക്കില്ലേ? ഇല്ല, നാളെ ഉള്ളൂ. മാത്രമല്ല ഇനിയിപ്പുള്ള മത്സരങ്ങൾ നോക്കുമ്പോൾ നാടകം അങ്ങനെയുള്ള മത്സരങ്ങളാണ്. അപ്പൊ ഒന്നുകിൽ കോഴിക്കോടിന് അല്ലെങ്കിൽ കണ്ണൂരിന്. പാലക്കാട് ഒപ്പത്തിനൊപ്പം ഉണ്ട്. പക്ഷെ ഇതിപ്പം ഭയങ്കര മലബാറിൽ ഒരു വൻ മത്സരമായി മാറിയില്ല. കാരണം കൊല്ലത്താണ് മത്സരം നടക്കുന്നതെങ്കിലും ഈ മറ്റ് ജില്ലകളിൽ, മലബാറിലെ ജില്ലകളിൽ അധ്യാപകർക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ, ഗ്രൂപ്പുകളിലൊക്കെ ഈ പ്രാവശ്യം കപ്പ് നിലനിർത്തും എന്ന് കോഴിക്കോട് പറയും, കപ്പ് നേടുമെന്ന് കണ്ണൂർ പറയും, പാലക്കാടും പറയും. ഇതാണ് അവസ്ഥ. ഈ ഒരു ആവേശത്തോടൊപ്പമാണ് നമ്മളുള്ളത് ഇപ്പോൾ. ഓക്കെ ദീപക്, അപ്പോൾ ദീപക് ധർമ്മണത്തിന്റെ അഭിപ്രായം അതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കറിയാം കൊല്ലത്തിന് പിറന്നൊരു പുസ്തകമുണ്ട്, റാണി.
തിരുനെല്ലൂർ കരുണാകരൻ്റെ റാണിയൻ നോമനെ പേരുകൾ കേകിയ ഭാവന ആരുടേതാവാമെന്ന് തിരുനെല്ലൂർ കരുണാകരൻ പാടിയ 2 വരികളുണ്ട്. റാട്ടുകൾ എന്നെന്നും അധ്വാന ശക്തി തൻ പാട്ടുപാടുന്നതും കേൾക്കാം എന്ന് റാണിയിലൂടെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. അപ്പോൾ തിരുനെല്ലൂർ കരുണാകരൻ്റെ വീട്ടിൽ റാണിയുടെ സൃഷ്ടാവ് ഒരുപാട് നല്ല കവിതകൾ മലയാളിക്ക് സമ്മാനിച്ച തിരുനെല്ലൂരിൻ്റെ വീട്ടിൽ നമ്മുടെ കവിതയെ പ്രണയിക്കുന്ന സ്മിത ഹരിദാസ് ഉണ്ട്. സ്മിത, ഗുഡ് മോർണിംഗ്. സ്മിത, ഗുഡ് മോർണിംഗ് എസ്കേൻ. പറയൂ, അവിടുത്തെ കാഴ്ചകൾ പറയൂ. എസ്കേൻ ഗുഡ് മോർണിംഗ്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്കേൻ പറഞ്ഞതുപോലെ തന്നെയാണ്, റാണി തന്നെയാണ് ഓർമ്മ വരുന്നത്. ഓരോരോ വരികളും ഞാൻ എപ്പോഴും ചൊല്ലാറുണ്ടല്ലോ, ചിത്രചലനമാ ഗ്രാമ പശ്ചാത്തലം ചിത്രത്തിൽ ആഴ്ത്തുവാൻ മേല, അതോ ചിത്തത്തിൽ ആഴ്ത്തുവാൻ മേല, ഇത് രണ്ടും ഒരേപോലെ ചേർന്ന് പോകുന്ന എനിക്ക് തോന്നും. അത്ര മനോഹരമായ ഈ ഗ്രാമ പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെയാണ് തിരുനെല്ലൂരിൻ്റെ വീടും. തിരുനെല്ലൂരിൻ്റെ വീടിന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. അദ്ദേഹത്തിൻ്റെ മക്കൾ നമ്മുടെ കൂടെയുണ്ട്. ഇത് മനോജനാണ്, ഇത് വിനോദൻ, ചേച്ചിയുണ്ട്. ചേച്ചി സാധാരണ അങ്ങനെ ഇതിലൊന്നും വരാറില്ല പബ്ലിക്കായിട്ട്. മധുമാല എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചിയെ വാവ ചേച്ചി എന്ന് എല്ലാവരും വിളിക്കുന്നത്. പിന്നെ അവനിബാല ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അവനിബാല അവരുടെ കൂടെ ഇപ്പോൾ ഇല്ല. പിന്നെ ഇദ്ദേഹം മോഹൻദാസ് അല്ലേ? അപ്പൊ അങ്ങനെ കുടുംബം മൊത്തം ഇവിടെ ഉണ്ട്. ഒരു കുട്ടിയുണ്ട്, ആ മോള് മാത്രം ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ഈ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ചോദിക്കാം അല്ലേ എസ്കേൻ? നമ്മള് ഈ വീടിന്റെ കാര്യം തന്നെ പറയുമ്പോഴേ, അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്ന വീടിനെ, അച്ഛന്റെ ആ ഒരു കവിതകൾ നിറഞ്ഞ വീടിനെ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും 95 വർഷം പഴക്കമുള്ള വീടാണിത്. അമ്മയുടെ കുടുംബ വീടാണ്. ശരിക്കും അച്ഛൻ, ഞങ്ങൾക്ക് തിരുവനന്തപുരത്തായിരുന്നു ഞങ്ങൾ പഠിച്ചതും ഒക്കെ, സ്കൂൾ കോളേജൊക്കെ പഠിച്ച അവിടെയാണ്. പക്ഷേ അച്ഛന് തിരിച്ചിങ്ങോട്ട് വരണം എന്നുള്ളതിന് അച്ഛൻ്റെ ഒരു ആഗ്രഹം. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. ഇവിടെ വന്ന് ഈ പഴയ വീട്, 95 വർഷം പഴക്കമുള്ള ഈ വീട്, ഇവിടെ തന്നെ താമസിക്കണം എന്നുള്ളത് ഇതിൻ്റെ ഒരു പഴമയും പിന്നെ നമ്മുടെ നാട് എന്നുള്ളത്, നമ്മുടെ കായൽ, നമ്മുടെ ആളുകൾ, അതുകൊണ്ട് ഇവിടെ വളരെ സന്തോഷത്തോടെയാണ് അച്ഛൻ അവസാനത്തെ ഒരു 10-15 വർഷത്തോളം ഇവിടെ തന്നെയായിരുന്നു, ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛന് വലിയ ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു. ചേട്ടൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കവിത ഏതാണെന്ന് വെച്ചാൽ പറയാൻ പറ്റും? അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കവിതകൾ ഒരുപാടുണ്ട്. പക്ഷേ യൂത്ത് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ഓർമ്മയുള്ളത്, ഞാൻ ഒരു സമയത്ത് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഓർമ്മ. അന്നത്തെ സംസ്ഥാന യുവജനോത്സവം തൃശ്ശൂർ വെച്ചായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കഥാരചന പ്രതിനിധീകരിച്ച് ഞാൻ അവിടെ പോയി. ആ വർഷമാണ് വേണുവിനും ചിത്രയ്ക്കുമൊക്കെ 1ാം സമ്മാനം കിട്ടി. എനിക്ക് സംസ്ഥാനത്തിൽ സമ്മാനമൊന്നും കിട്ടിയില്ല, പക്ഷേ അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. പക്ഷേ അവിടെ എനിക്ക് നല്ല ഓർമ്മയുള്ളത്, പദ്യപാരായണ മത്സരത്തിന് പിന്നെ അച്ഛൻ്റെ റാണി ചൊല്ലിയ ആൾക്കാണ് 1ാം സമ്മാനം കിട്ടിയത്. അത് വളരെ മനോഹരമായിട്ട്, കാരണം പിന്നെ പുറകിൽ പക്കമേളമൊന്നുമില്ല, വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചാൽ ഇവിടെ പോയി നിൽക്കുമ്പോൾ. അയാളുടെ പേരെനിക്ക് നല്ല ഓർമ്മയുണ്ട്, മണിക്കുട്ടൻ നായർ. അയാൾ സ്കൂൾ വിദ്യാർത്ഥി, 8ാം ക്ലാസ്സിലായിട്ട് പഠിക്കുകയാണ്. അന്ന് ജിയുടെ പിന്നെ ഇതുണ്ടല്ലോ, ചന്ദനക്കട്ടിൽ, ജിയുടെ ചന്ദനക്കട്ടിൽ, വൈലോപ്പിള്ളിയുടെ അത്ഭുതമണികൾ, ചങ്ങമ്പുഴയുടെ വാഴക്കുല, ഇതൊക്കെ ആൾ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ഇതിന് 1ാം സമ്മാനം വളരെ മനസ്സിൽ ഇങ്ങനെ തറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് യൂത്ത് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മ വന്നത് ഈ ഒരു കാര്യമാണ്. മാഷേ, റാണിയിലെ 2 പേര് ചൊല്ലാൻ എന്നോട് പറയുന്നൊരു കടുപ്പമില്ല. ഇവർ സ്മിത പറഞ്ഞതിന് അത്, റാട്ടുകൾ എപ്പോഴും അധ്വാന ശക്തി തൻ പാട്ടുപാടുന്നത് കേൾക്കാം, താരിളം കയ്യുകൾ തൊണ്ടുതല്ലുന്നതിന് താളവും മേളവും കേൾക്കാം. അതൊക്കെ ഇന്ന് ശരിക്കും ഈ കവിതയിലൊക്കെ അതുള്ളു. നമ്മുടെ കായൽ തീരത്ത് വളരെ പ്രധാനമായിരുന്ന കയ വ്യവസായമൊക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിയും. ഈ കവിതയൊക്കെ കേൾക്കുമ്പോഴാണ് ശരിക്കും പുതിയ തലമുറ ഇങ്ങനെയൊക്കെ ഒരു കാലം ഈ നാട്ടിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ റാണി തന്നെയാണ് എപ്പോഴും ഓർമ്മ വരുന്നത് അല്ലേ? സ്മിത, താങ്ക് യു. അവിടുത്തെ തിരുനെല്ലൂരിന് 2 മക്കൾ നമ്മുടെ സുഹൃത്തുക്കളാണ് സ്മിത, അവരോടൊക്കെ അന്വേഷണം പറയുക. അതുപോലെ വിനോദും മനോജും. അപ്പോൾ താങ്ക് യു. എന്തായാലും തിരുനെല്ലൂരിൻ്റെ കവിതകൾ വായനക്കാരൻ്റെ മനസ്സിലെന്നും തങ്ങി നിൽക്കും. കൊല്ലത്തിൻ്റെ തിരുനെല്ലൂർ എന്ന് വേണം പറയാൻ. അപ്പോൾ ഇത് പഴയിടം, 62ാമത് കേരള സ്കൂൾ കലോത്സവം രുചിയിടമാണ്, പഴയിടമല്ല, പഴയിടത്തിൻ്റെ രുചിയിടം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഭക്ഷണം കഴിക്കാനുണ്ട്. നല്ല സൂപ്പർ ഫുഡാണെന്ന് എല്ലാവരും കഴിച്ചവരെല്ലാം പറയും. നമ്മൾ കഴിച്ചില്ല, ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കും. രാവിലെ പുട്ടും കടലയായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാന്ന് പഴയടാ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇടവേള. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ബാക്ക് ടു കൊല്ലം ആശ്രമ മൈതാനത്താണ്. ഞാൻ ഇപ്പോൾ കാറിലാണ്. ഞാൻ എപ്പോഴും ആലോചിക്കായിരുന്നു, ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മൾ ഈ വിദ്യാർത്ഥികളുടെ മത്സരാർത്ഥികളുടെ ടെൻഷനെ കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ട്. കാര്യം വേദിയിൽ കയറുന്ന കുട്ടികൾക്ക് അവരുടെ മാനസികാവസ്ഥ ഒരു 5ാം ഉത്സവം അവരുടെ മനസ്സിൽ നടക്കുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ 14 ജില്ലകളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്ന ഈ കുട്ടികളെ ജഡ്ജ് ചെയ്യുന്ന വിധികർത്താക്കളുടെ മനസ്സ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാനൊക്കെ ഈ കലോത്സവ വേദിയിൽ പലപ്പോഴും ജഡ്ജായിരുന്നിട്ടുണ്ട്. കാരണം ഒപ്പത്തിനൊപ്പം എന്നൊക്കെ നമ്മൾ കേട്ടുകേഴ്വിയുള്ള കാര്യമാണ്. എന്നാൽ സ്റ്റേജിൽ നമ്മൾ വേദിയിൽ കാണുന്നത് ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന പ്രതിഭയുടെ മാറ്റുരയ്ക്കുന്ന കുട്ടികളെയാണ്. അപ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. കാര്യം ഇവർക്ക് ഒരു മത്സരത്തിൽ എന്തെങ്കിലും ഫലം എന്തെങ്കിലും തെറ്റിപ്പോയാൽ അടികൊണ്ട് ഷേപ്പ് മാറും.
അപ്പോൾ അത് മാത്രമല്ല പോയി പഠിക്കാൻ പറ്റില്ല. അത്ര കൂടുതൽ കുട്ടികളും മത്സരാർത്ഥികളും രക്ഷകർത്താക്കളും PTA ഭാരവാഹികളും പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും മന്ത്രിമാരും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്. കാര്യം ഇവർ ടെൻഷൻ്റെ പിച്ചാത്തി മുനയിൽ ഇരുന്ന് ചെയ്യുന്ന ജോലിയാണ് വിധി നിർണ്ണയം. വേദി 1 കുച്ചിപ്പുടി മത്സരം അവസാനിച്ചു. ജഡ്ജസ് തിരക്കിലാണ്. വിധി നിർണയം തകൃതിയിൽ. 103 A grade, 104 A grade, 105 A grade, 106 A grade. ഇത് കഴിഞ്ഞിട്ട് വേണം തിരുവാതിര തുടങ്ങാൻ. തിരുവാതിര ജഡ്ജസ് തയ്യാർ. അങ്ങനെ വിധിയും പറഞ്ഞ കുച്ചിപ്പുഴി ജഡ്ജസ് വേദി വിട്ടു. വിധി നിർണയ വേദിയിലേക്ക് തിരുവാതിര ജഡ്ജസ് എത്തി. ശേഷം സംഘാടക സമിതി അംഗങ്ങളുടെ വരവാണ്. അവരെത്തി ജഡ്ജസിന്റെ ബാഗ് വാങ്ങി മാറ്റിവെച്ചു. എല്ലാം ഓക്കെ അല്ലേ എന്നുറപ്പാക്കി വേദി വിട്ടു. വേദിയിൽ മങ്കമാരങ്ങനെ നിറഞ്ഞാടുന്നു. ജഡ്ജസ് സീരിയസ് ആണ്. താളം, ഭാവം, ചുവട് അങ്ങനെയെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. പറഞ്ഞു വരുമ്പോൾ തോന്നും ജഡ്ജായിരിക്കുന്നത് എളുപ്പമുള്ള പരിപാടിയാണെന്ന്. എന്നാൽ അങ്ങനെയല്ലെന്നാണ് ഒപ്പന, ദഫ്മുട്ട് തുടങ്ങിയ മത്സര ഇനങ്ങളിലെ ജഡ്ജിന് പറയാനുള്ളത്. കുട്ടികൾ മത്സര വേദികളിൽ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഒരു 10 ടീം വരികയാണെങ്കിൽ ആ 10 ടീമിനെ അതിൽ നിന്ന് നമ്മളൊരു 1ാം സ്ഥാനം നമ്മൾ തിരഞ്ഞെടുക്കണം. അതുപോലെ 2ാം സ്ഥാനം. ഇത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ സർക്കാരിൻ്റെ, അതായത് സ്കൂൾ മാനുവലിൽ പറഞ്ഞിട്ടുള്ള നിയമാവലികൾ നമ്മൾ ശ്രദ്ധിച്ച് അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് നിയമപ്രകാരം നമ്മൾ അതിൽ മാർക്ക് എഴുതണം. എന്തായാലും സംഗതി വിചാരിച്ചത്ര എളുപ്പമല്ല. കുട്ടികളുടെ ടെൻഷൻ എല്ലാവർക്കും അറിയാം. ജഡ്ജസിന്റെ ടെൻഷൻ ആരറിയാൻ? 24 കൊല്ലം. ടു ആശ്രാം മൈതാനം. ഇവിടെയാണ് പ്രധാനപ്പെട്ട മത്സരവേദികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്തെ പ്രധാന ദിവ്യയായിട്ട് ഒരാളെ പരിചയപ്പെടാം. ജാജി. ഗുഡ് മോർണിംഗ്. ജാജി സുഖമായിരിക്കുന്നോ? പ്രേക്ഷകരുടെ ഒരു സ്വകാര്യം കൂടി പറയാം. ഞങ്ങൾ ഈ ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സാങ്കേതിക സാധ്യത ഉപയോഗിച്ച് ഈ ആശ്രാം മൈതാനത്ത് നിന്ന് കുട്ടികളെയൊക്കെ തന്നെ കാക്കനാടുള്ള നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിക്കുന്നു. ആ സ്റ്റുഡിയോയിൽ എത്തിക്കാനുള്ള തറയുടെ ഉടമസ്ഥയാണ്. അല്ലേ? ജാജി യഥാർത്ഥത്തിൽ അതിനകത്തൊരു മത്സരം ഉണ്ടായിരുന്നു. പല ആൾക്കാരും ഈ സ്ഥലം പിടിച്ചെടുക്കാൻ വാശിയേറിയ മത്സരം നടത്തിയിട്ടും അവസാനം ശ്രീകണ്ഠൻ നായർ മത്സരത്തിൽ വിജയിച്ചു. അതൊരു ആത്മബന്ധം പണ്ടേ ഉള്ളതുകൊണ്ട് ജാജിയെ പണ്ടേ അറിയാം. നമ്മൾ കൊല്ലത്തൊക്കെ പഠിക്കുന്ന കാലത്ത് ജാജിയുടെ ഹസ്ബൻഡൊക്കെ സുനിൽ മരിച്ചുപോയി. അദ്ദേഹം നമ്മുടെ ഒരു അടുത്ത സ്നേഹിതനായിരുന്നു. അപ്പോൾ ജാജി മാത്രമല്ല, എനിക്ക് ജാജിയുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്താണെന്നറിയാമോ? ജാജിയുടെ ഇപ്പോൾ കാണുന്ന ഈ പ്രസ്ഥാനമൊക്കെ ജാജി ഒറ്റയ്ക്ക് പൊരുതി നേടിയതാണ്. കാരണം സാധാരണ നമ്മൾ ഈ ഹസ്ബൻഡൊക്കെ മരിച്ചു കഴിയുമ്പോൾ ആദ്യം 4 ദിവസം ആൾക്കാർ വന്ന് ദുഃഖം രേഖപ്പെടുത്തും. പിന്നെ കുറേശ്ശെ അവർ പൊഴിയാൻ തുടങ്ങും. പിന്നെ അവരെ കാണത്തില്ല. കാര്യം അവരും തിരക്കില്ല. അവർക്കുണ്ടല്ലോ സ്വന്തമായിട്ട് ഭാര്യയും മറ്റുള്ളവരൊക്കെ. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കി പോകും. അപ്പോൾ ഇത് ജാജി പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു വരുന്നു പറയാം. എന്തായിരുന്നു ഈ കരുത്തിൻ്റെ രഹസ്യം? നിശ്ചയദാർഢ്യം എന്ന് പറഞ്ഞാൽ ചേട്ടാ, നമ്മൾ വന്ന ചുറ്റുപാടെന്ന് പറഞ്ഞാൽ ഞാനൊരു നല്ല ഫാമിലിയിൽ നിന്ന് വന്നതാണ്. പിന്നെ ഒരു രാഷ്ട്രീയക്കാരൻ, അതായത് SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്നു സുനിലല്ലേ, എൻ്റെ കൂടെ വന്ന് ജീവിതത്തിൽ അങ്ങ് ഒരു കുഴിയിൽ പോയി. ഞാൻ ഒരുപാട് തകർന്നു പോയി. ആ കുഴിയിൽ പോയപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞ സൊസൈറ്റി നമ്മളെ എങ്ങനെയാണ് കാണുന്നതെന്ന്. അവിടെ തോൽക്കാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സില്ല. അവിടുന്ന് ഞാൻ അറിയാലോ, ശ്രീകണ്ഠൻ ചേട്ടൻ അറിയാം. ഒറ്റയ്ക്ക് ചേട്ടൻ ഇപ്പോഴും നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധി, അപ്പൊ എന്നെ പോലെ ഒറ്റയ്ക്കൊരു സ്ത്രീ നിന്ന് പോരാടുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതിനെ പോരാടി സ്റ്റിൽ പോരാടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോഴും അഭിമാനത്തോടെ തന്നെ പോരാടി. ഞാൻ ഈ കലോത്സവത്തിന്റെ മെയിൻ വേദി വന്നപ്പോൾ ജാജിയുടെ ഫുഡ് കോർട്ടും ഒക്കെ കാണാനുള്ളൂ. തീർച്ചയായിട്ടും മൊത്തം കച്ചവടമാണോ? മൊത്തം കച്ചവടം. എന്നിട്ട് എവിടെയൊക്കെ ഉണ്ട് ഫുഡ് കോർട്ട്? ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ബ്യൂട്ടി സലൂൺസ് എത്ര 10 ഉണ്ട്. അത് ട്രിവാൻഡ്രം തൊട്ട് തൃപ്പൂണിത്തുറ വരെ ഉണ്ട്. ഇനി കേരളത്തിൽ ഏതെങ്കിലും സ്ഥലം ബാക്കി ഇട്ടിട്ടുണ്ടോ? ഇല്ല, എല്ലായിടവും ഇനിയുണ്ട്. എൻറ്റയർ വേൾഡിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ലോകം മുഴുവൻ UN സെക്രട്ടറി ജനറൽ ആവുമോ? അപ്പോ അത് പറയാൻ പറ്റത്തില്ല. ഇന്നും ആവാം. ജാജി ലോകത്ത് മൊത്തം കട തുടങ്ങി UN സെക്രട്ടറി ജനറൽ ആവാനുള്ള ശ്രമത്തില്ല. ജാജി, കൺഗ്രാജുലേഷൻ. ഈ പൊരുതി നേടാനുള്ള കരുത്തുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അതിനൊരു പ്രേക്ഷകരൊക്കെ അംഗീകരിക്കും. അപ്പൊ ജാജി കീ. ഓക്കെ. അപ്പോൾ ഇതാണ് ജാജി. ജാജി എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ ഒരു അഭിമാനമാണ്. കാര്യം ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ കൊല്ലത്തുണ്ട്. അവർക്കൊക്കെ ഒരു വാർത്തയാണ്. അപ്പോൾ നമുക്കിനി ഒരു വാർത്തയുണ്ട്. ദേശീയ സ്കൂൾ ഗെയിംസിലെ ഒരു വാർത്ത പ്രേക്ഷകരെ തേടി വരുന്നുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് പോകാം. ആദ്യം ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ വേദി 1ലേക്ക് നടക്കുകയാണ്. അപ്പോൾ ആ നടപ്പിനിടയിൽ ഈ വാർത്ത നിങ്ങൾ കാണൂ. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ അംബുജൻ, ഗുഡ് മോർണിംഗ്. പറയൂ നിതിൻ അംബുജൻ, ആശ്രാം മൈതാനത്തേക്ക് താങ്കൾക്ക് സ്വാഗതം. ഇവിടെ നല്ല വെയിലുണ്ട്.
ഇന്നിവിടെയാണ് കലോത്സവത്തിന്റെ അവസാന ദിവസം, നാളെയാണ് അതിന്റെ തൊട്ട് തലേ ദിവസമാണ്. അപ്പോൾ ഓവർ ടു യു ഫോർ ന്യൂസ്. SKN, ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ ഇപ്പോൾ ദേശീയ സ്കൂൾ മത്സരം, അതായത് ദേശീയ സ്കൂൾ ഗെയിംസ് നടക്കുന്നുണ്ട്. ബോക്സിംഗ് മത്സരം ഇപ്പോൾ നടന്നു വരികയാണ് ഡൽഹിയിൽ. കഴിഞ്ഞ ഈ മാസം 3-ാം തീയതി ആരംഭിച്ച ബോക്സിംഗ് മത്സരം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് സെമി ഫൈനൽ, നാളെ ഫൈനൽ എന്നീ മത്സരം കൂടി ഇന്നിപ്പോൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേരള ടീമാണ്. കാരണം കേരളത്തിൽ നിന്നുള്ള ബോക്സിംഗ് താരങ്ങൾ വലിയ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. പലപ്പോഴും കേരളത്തിൽ നിന്നുള്ള താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും അവരെ പരാജയപ്പെടുത്തിയെന്നൊരു പരാതിയാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. മത്സരത്തിന്റെ തുടക്കം തൊട്ട് തന്നെ ഏകപക്ഷീയമായ വിധിയാണ് വിധികർത്താക്കളെല്ലാം സ്വീകരിക്കുന്നത് എന്നൊരു പരാതിയാണ് കേരളത്തിലുള്ള മത്സരാർത്ഥികൾ, താരങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി. നമ്മൾ താരങ്ങളുടെ പ്രതികരണം അടക്കമെടുത്തപ്പോൾ അവർ വ്യക്തമാക്കിയത് പല താരങ്ങളും ക്വാർട്ടർ ഫൈനലിലേക്ക് അടക്കം കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഏകപക്ഷീയമായ വിധി കൊണ്ട് തന്നെ ഡൽഹിക്ക് അനുകൂലമായ ഒരു വിധിയാണ് പലപ്പോഴും സ്വീകരിച്ചെന്നൊരു പരാതി അവർ ഉന്നയിക്കുന്നു. അങ്ങനെ കേരളത്തിന് അർഹതപ്പെട്ട നിരവധി മെഡലുകൾ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതിലൊരു വലിയ പ്രതിഷേധം ഇന്നലെ അടക്കം ഈ ബോക്സിംഗ് റിങ്ങിൽ അരങ്ങേറിയിരുന്നു. ബോക്സിംഗ് റിങ്ങിൽ താരങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് സെമി ഫൈനൽ, നാളെ ഫൈനൽ അടക്കമുള്ള മത്സരങ്ങൾ നടക്കാനിരിക്കുന്നു. എന്തായാലും കേരളത്തിന് പുറത്ത് ഇത്തരം മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല പരാതികളെല്ലാം തന്നെ മുൻകാലങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇത്തരമൊരു പരാതിയായി താരങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല താരങ്ങൾ കടുത്ത വിവേചനം നേരിട്ടു എന്നാണ് ഉന്നയിക്കുന്ന പരാതി. പ്രത്യേകിച്ചും കർണാടക, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലുള്ള ഗുസ്തി ബോക്സിംഗ് താരങ്ങളും സമാനമായ നിലയിലുള്ള പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ താരങ്ങളുടെ അടക്കം വലിയ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് രണ്ട് മത്സരങ്ങളുടെ എല്ലാം കുട്ടികളുടെ വിധിയെല്ലാം തന്നെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കേരളത്തിന് ഏതാണ്ട് 4 താരങ്ങളാണ് ഇപ്പോൾ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് അവരുടെ മത്സരമുണ്ട്. ഇന്നും ഏകപക്ഷീയമായ വിധിയാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിദ്യാർത്ഥികൾ എന്തായാലും വലിയ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ ആശങ്കയാണ് ഈ താരങ്ങളടക്കം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. കാരണം ഇത്തരമൊരു മാസങ്ങൾ നീണ്ട പരിശീലന ശേഷം ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും അർഹതപ്പെട്ട അംഗീകാരം ലഭിച്ചിട്ടില്ലെന്ന പരാതി ഈ ബോക്സിംഗ് താരങ്ങളടക്കം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ബോക്സിംഗ് താരങ്ങളുടെ അടക്കം തീരുമാനമുണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡൽഹിയിൽ നമ്മുടെ കുട്ടികൾ, കേരള ടീമിലെ ഗുസ്തി താരങ്ങൾ, ബോക്സിംഗ് താരങ്ങൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അവരുടെ വിധി നിർണ്ണയത്തിൽ പാകപ്പിഴയുണ്ടെന്ന് പറഞ്ഞ് അവർ ബോക്സിംഗ് റിംഗിലാണ് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. അവരുടെ വാക്കുകളിലൂടെ നമുക്കൊന്ന് കേൾക്കാം പ്രതിഷേധത്തിന്റെ ആ സ്വരം. ഒരു കളി എന്ന് പറഞ്ഞാൽ 2 മിനിറ്റാണ്. എൻ്റെ ഫസ്റ്റ് റൗണ്ട് 1 മിനിറ്റും സെക്കൻഡ് റൗണ്ട് 58 സെക്കൻഡും മൂന്നാമത്തെ റൗണ്ട് 58 സെക്കൻഡുമാണ് ഉണ്ടായിരുന്നത്. 2 മിനിറ്റ് ഉണ്ടായിരുന്ന കളി അവരത് ചെയ്തിട്ടില്ല. സെക്കൻഡ്സ് ചെയ്യുന്ന ടൈം ആയാൽ പോലും അവർ കുറയ്ക്കും. സെക്കൻഡ്സ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര റിക്കവറി കിട്ടേണ്ട ടൈമാണ്. അതുപോലെ അവർ തന്നില്ല. തളർന്നു എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും അവർ ഇത് ചെയ്യുക, ടൈം കുറയ്ക്കുക. അപ്പം തന്നെ അവർ ബെല്ല് അടിക്കും. പിന്നെ എല്ലാ കളിയും ഭോപ്പാൽ വെച്ചിട്ടുണ്ടായിരുന്നാലും മണിപ്പൂർ വെച്ചിട്ടുണ്ടായിരുന്നാലും എല്ലാ കളിയിലും ലൈവ് ഉണ്ടായിരുന്നു. എല്ലാ കളിയുടെ ലൈവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഈ ക്യാമറ അലോഡ് അല്ലെന്നാണ് പറയുന്നത്. 2-3 പേര് റിങ്ങി കയറി പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. ഭീഷണിപ്പെടുത്തിയാണ് അവരെ ഇറക്കിയത്. കോച്ച് സംസാരിച്ചിട്ട് അവർ സമ്മതിക്കുന്നില്ലായിരുന്നു. ബൗട്ട് ഷീറ്റ് തയ്യാറാക്കുന്നത് ഡ്രോ ചെയ്തിട്ടാണ്. അതിൽ കോച്ചസിനൊക്കെ വിളിച്ച് കാണിക്കുന്നതുമാണ്. പക്ഷേ ഇവരത് ചെയ്യുന്നില്ല. അവർ തന്നെ ടൈപ്പ് ചെയ്ത് സാധാ പോലെ ഇട്ട് നമുക്ക് അതിൻ്റെ ഇത് മാത്രമേ തരുന്നുള്ളൂ. നമുക്കിതൊന്നും കിട്ടുന്നില്ല. കാരണം നമുക്ക് കിട്ടേണ്ട പല ബൗട്ടും ക്ലീനായിട്ട് നമ്മൾ 3 റൗണ്ട് 1-2 ബൗട്ടല്ല പോയത്. നമുക്ക് ക്ലീനായിട്ട് നമ്മൾ 3 റൗണ്ട് നമ്മൾ തന്നെ പിടിച്ച ബൗട്ടാണ് അവർക്ക് കൊടുത്തത്. അതും 0. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആശ്രമ മൈതാനത്തെ കലോത്സവത്തിലെ പ്രധാനപ്പെട്ട വേദി ഒന്നാണിത്. ഇവിടെ 9:30 മണിക്ക് ഇവിടെ മത്സരം ആരംഭിക്കും. അപ്പോൾ ഈ മത്സരം തുടങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നത്. ചേച്ചി എന്താ പേര് ചേച്ചിയുടെ? എത്ര ദിവസമായിട്ട് ഈ ജോലി ചെയ്യുന്നു? ഇന്ന് 4 ദിവസം. നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? അത് ശരി, കോർപ്പറേഷന്റെ ജോലിക്കാരിയാ. അപ്പൊ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ടല്ലോ എല്ലായിടും, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പൊ ചേച്ചി വരൂ. അപ്പൊ ഇതൊക്കെ പേരെന്താ? അമ്പിളി. ഇപ്പൊ എപ്പോഴാ മത്സരം? 9:30 തുടങ്ങുന്നത്. അതിനുമ്പ് എല്ലാ കസേരയും വൃത്തിയാക്കി എല്ലാം വഴുക്കൊക്കെ മാറ്റി. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലി സൂപ്പറാട്ടോ. അപ്പൊ എല്ലാം നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. എത്ര പേരുണ്ട് നിങ്ങള്? 35 പേരുണ്ട്. ആ 35 പേർക്കും ആയ്. ഓക്കെ, അപ്പൊ ഓക്കെ, നന്നായി. അപ്പൊ കണ്ട, അതാണ് കളി.
കാര്യം നമ്മളിപ്പോൾ വലിയ വലിയ ആൾക്കാരെയൊക്കെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലുള്ള പട്ടിണി പാവങ്ങൾ, സാധാരണക്കാർ, സാധുജനങ്ങൾ, അവരുടെ അധ്വാനം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മത്സരം ആരംഭിക്കാൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ നമ്മളെ ആൾക്കാർ ഇവിടുന്ന് ഇറക്കി വിടും. കാര്യം ഇവിടെ മത്സരം തുടങ്ങാനുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടുന്ന് ഇറങ്ങുക. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ബാക്ക് ടു ആശ്രാം മൈതാനം. വേദി ഒന്നിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ കലോത്സവം ഇന്നും നാളെയുണ്ട്. നാളെയാണ് കലോത്സവത്തിൻ്റെ സമാപനം. അങ്ങനെ ഈ കലോത്സവ നഗരിയെ ചുറ്റി നടക്കുമ്പോഴേ നമുക്ക് പരിചിതമായൊരു മുഖത്തെ കണ്ടുമുട്ടി. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ 2ാം സ്ഥാനമല്ലായിരുന്നു നമ്മൾക്ക്. ആൻ 2ാം സ്ഥാനമാണ്. ആൻ ബെൻസൺ എന്ന പേരിൽ അറിയപ്പെട്ട ഗായിക. ഇത് ആൻ ബെൻസന്റെ അമ്മ, പഴയ ഒരു ഗായികയാണ്. 2 തവണ കലോത്സവത്തിൽ വിജയമായി. ലക്ഷ്മി രംഗൻ എന്ന് പറയും. ഇപ്പോഴും പേരത് തന്നെയാണ് അല്ലേ? പേര് മാറിയിട്ടില്ല. അപ്പൊ മോളെ ലളിതഗാനത്തിലാണോ മത്സരിക്കുന്നത്? ഏതൊക്കെ ഐറ്റം? അമ്മ മത്സരിച്ച ഏതായിരുന്നു? ലളിതഗാനമായിരുന്നു? ഏതായിരുന്നു പാടിയതെന്ന്? ഞാൻ പെരുമ്പാവൂർ സാറിന്റെ നിളാനദിയുടെ. അപ്പോൾ 2ലായിരുന്നു പാടി. അമ്മയുടെ പാട്ട് മതി, മോളുടെ പാട്ട് മത്സരവേദി കേൾക്കും. ഇത് ഞാൻ പിടിച്ചോളാം. ഓക്കെ ഓക്കെ. കാര്യം അതിന്റെ വെയിറ്റ് കൊണ്ട് മുമ്പേ ഒരാൾ പാടിയപ്പോൾ ശരിയായില്ലായിരുന്നു. നിളാനദിയുടെ നിർമ്മല തീരം, നിരുപമ ഭാവാർദ്ര തീരം, കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകളണിയുന്ന നേരം, കഥകളി ചമയങ്ങൾ അണിയുന്ന നേരം, നിളാനദിയുടെ നിർമ്മല തീരം. മോളെ എപ്പോഴാ മത്സരം? എനിക്കിന്ന് 12 മണിക്കാണ്. ടെൻഷൻ ഒന്നുമില്ലല്ലോ? നല്ല ധൈര്യമായിട്ട്. ആൻ എത്രയോ പേരെ പാടി തോപ്പിച്ചിട്ടാണ് 2ാം സ്ഥാനത്തേക്ക് വന്നത്. ടോപ്പ് സിംഗറായി. അപ്പൊ അതുകൊണ്ട് പേടിക്കണ്ട, വിജയ് ഭവ. അപ്പൊ ഓക്കെ. അപ്പൊ ഞാനൊന്ന് രഹസ്യം ചോദിക്കട്ടെ, ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ ഇന്ന് ഒരു വിരഹാർദ്ര സന്ധ്യ. ഓക്കെ, അത് രഹസ്യമായിട്ട് വെച്ചൊരു കാര്യം. ഇനി അത് പറഞ്ഞ് അപകടം വേണ്ട. അപ്പൊ മത്സരം കഴിഞ്ഞ് വിജയിച്ചു കഴിയും നമ്മൾ വീണ്ടും കാണും. ഓക്കെ ലക്ഷ്മി? ഓക്കെ, താങ്ക് യു. നമ്മുടെ ഇവിടെ കണ്ടൊരു പ്രേക്ഷകരുണ്ടായിരുന്നല്ലോ, സ്ഥിരം യൂട്യൂബ് സന്ദേശം അയക്കുന്ന ആള്. അപ്പൊ തിരുമുല്ല വാരത്തെ രഘുവാണിത്. മെസ്സേജ് അയച്ചെന്നെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്താ ഇതിന്റെ രഹസ്യം? ഒന്നുമില്ല, നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ആൾക്കാരെ അറിയിക്കണം എന്നുള്ളത് വെച്ചുകൊണ്ട്. അപ്പോൾ താങ്കൾ 28-ാം തീയതി സംസ്ഥാന സമ്മേളനം നടക്കുന്നു, വരുമല്ലേ? തീർച്ചയായിട്ടും വരണം. അപ്പോൾ എഴുത്ത് ഈ കത്തയക്കുന്ന കൂടാതെ വേറെ എന്താ പരിപാടിയുള്ളത്? വേറെ ഇതൊക്കെ തന്നെ കൂടെ. അപ്പോൾ സ്ഥിരമായി 24-ന്റെ കൂടെ തന്നെ കൂടെ 28-ാം തീയതി സമ്മേളനത്തെ കൊച്ചി കാണും. ഒരു 1.5 വരവായിരിക്കും അതല്ലേ? ഓക്കെ, അതാ കളി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനി കൊല്ലത്തെക്കുറിച്ച് ആലോചിച്ചാൽ, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ചിന്നക്കട എന്നൊരു സ്ഥലമുണ്ട്. കൊല്ലത്ത് ചിന്നക്കടയിൽ പോയാലേ നമുക്ക്, ചിന്നക്കട പ്രധാനമായിട്ടും ഒരു വാണിജ്യ സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ചിന്നക്കടയ്ക്ക് ചെറിയൊരു അപജയം ഉണ്ടായി. കാരണം എന്താ പറയുക, ഈ ബൈപ്പാസ് വന്നു, ഹൈവേ ഒഴിഞ്ഞങ്ങ് പോയി. എന്നാലും ചിന്നക്കട എന്ന് വെച്ചാൽ കൊല്ലക്കാരുടെ ജീവനാണ് ചിന്നക്കട. അപ്പോൾ ചിന്നക്കടയുടെ കഥയിലേക്ക് നമ്മൾക്കിനി പോകണം. ചിന്നക്കടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ആരാണാവോ? PCR ചിന്നക്കടയിൽ ചേരുന്നത് നമുക്കൊപ്പം ഗോപിക സുരേഷ്. നമ്മുടെ പുതിയ വാർത്താവതാരക ഗോപിക സുരേഷ് നമുക്കൊപ്പം ചിന്നക്കടയിൽ ചേരുന്നു. ഗോപിക, ഗുഡ് മോർണിംഗ്. ഓവർ ടു യു. ചിന്നക്കടയുടെ വിശേഷങ്ങളൊക്കെ പറയൂ. സൈഡിലോട്ട് മാറി നിന്നുള്ളേ. എസ്കേൻ ഗുഡ് മോർണിംഗ്. അതെ, സൈഡിലാണ്, നമ്മൾ വാക്ക് വേയിലാണുള്ളത്. എസ്കേൻ ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ അഷ്ടമുടിക്കായലും പാലരുവി വെള്ളച്ചാട്ടവും തെന്മലയും ജഡായിപ്പാറയും ഒക്കെ ചേർന്ന വലിയൊരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് കൊല്ലം. പക്ഷേ ഞാനിപ്പോൾ ഉള്ളത് ആ ഒരു ഗ്ലാമറിൽ നിന്നൊക്കെ മാറി കൊല്ലം നഗരത്തിൻ്റെ ഏറ്റവും തിരക്കേറിയ പ്രദേശത്താണുള്ളത്. ചിന്നക്കടയിലാണുള്ളത്. ക്ലോക്ക് ടവറിൻ്റെ മുന്നിലാണുള്ളത്. ഈ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ ഒരു മുഖമുദ്ര ആണ് എന്ന് തന്നെ പറയാം. ഏതായാലും നമുക്ക് ആ ക്ലോക്ക് ടവറിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം എന്ന് കരുതുന്നു. ഈ ക്ലോക്ക് ടവറിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്താണ് ഈ ചിന്നക്കടയിലെ ഈ ക്ലോക്ക് ടവർ നിർമ്മിച്ചത് എന്ന് വേണം പറയാൻ. ഇപ്പോൾ നഗരത്തിൻ്റെ മുഴുവൻ ചിഹ്നമായും കൊല്ലത്തിൻ്റെ ഒരു പ്രധാന അടയാളമായും മാറിയിരിക്കുകയാണ് ഈ ക്ലോക്ക് ടവർ. 1932-48 കാലഘട്ടത്തിൽ കൊല്ലം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്ന ഉണിച്ചകം വീട് KG പരമേശ്വരൻ പിള്ള, അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി 44-ലാണ് നമ്മൾ ഈ കാണുന്ന ചതുരാകൃതിയിലുള്ള
ക്ലോക്ക് ടവർ നിർമ്മിച്ചത്. ഈ ക്ലോക്ക് ടവറിൻ്റെ നിർമ്മാണം 41-ലാണ് ആരംഭിച്ചത്. 3 വർഷം നീണ്ട ഒരു നിർമ്മാണ രീതിയായിരുന്നു. ഇഷ്ടികയും വൈറ്റ് സിമെൻറ്റും ഒക്കെ ഉപയോഗിച്ചാണ് ഈ തരത്തിൽ നിർമ്മിച്ചത്. ഈ ക്ലോക്ക് ടവർ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 4 ഭാഗത്തേക്കും, നഗരത്തിൻ്റെ 4 ഭാഗത്തേക്കും ദൃശ്യമാകുന്ന തരത്തിലുള്ള ഒരു 4 ഘടികാരങ്ങളാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. കൊളോണിയൻ കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പ് എന്ന് തന്നെ പറയാം. പണ്ട് കാലത്ത് കൊല്ലത്തുകാർ ഉണർന്നിരുന്നത് ഈ ക്ലോക്ക് ടവറിൻ്റെ മണിമുഴക്കം കേട്ടിട്ടാണ്. പക്ഷേ ഇപ്പോൾ ആ മണിമുഴക്കം പ്രവർത്തിക്കുന്നില്ല. പക്ഷേ സമയം വളരെ കൃത്യമാണ്. 9:12 സമയം വളരെ കൃത്യമാണ്. ഏത് കൊല്ലത്തുകാർക്കും ഇതുവഴി പോകുമ്പോൾ വാച്ചോ ഫോണോ ഒന്നും എടുത്തില്ലെങ്കിലും ഈ ക്ലോക്ക് ടവറിലെ സമയം നോക്കി സമയം എത്രയായി എന്ന് തിരിച്ചറിയാം. ഒരു കൊളോണിയൻ കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കൊല്ലത്തെ നോക്കുകയാണെങ്കിൽ ഇവിടെ കോടതികളിലും അങ്ങനെ പല കൊളോണിയൻ കാലഘട്ടത്തെ പല അവശേഷിപ്പുകളും നമുക്ക് കാണാൻ സാധിക്കും. കൊല്ലത്തിൻ്റെ ഒരു വലിയ മുഖമുദ്ര, നഗരത്തിന്റെ ഒരു അടയാളം എന്ന് തന്നെ പറയാം. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് ഗോപിക, താങ്ക് യു ഗോപിക. ചിന്നക്കടയുടെ മഹത്വം നമുക്ക് എത്ര ദിവസങ്ങൾ പറഞ്ഞാലും തീരത്തില്ല. അതുകൊണ്ടാണ് തൽക്കാലം ഞാൻ മൈതാനത്തേക്ക് മടങ്ങുന്നത്. അപ്പോൾ ഈ മൈതാനത്ത് നല്ല വെയിലുണ്ട്, അത്യാവശ്യം വെയിലും പൊടിയൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് ഹായ് ഹായ് ഹായ്. എന്താ നിങ്ങൾ ഹായ് എന്ന് പറഞ്ഞത്? ചുമ്മാ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെന്തോ ഒരു കാര്യം കൊണ്ട് പറഞ്ഞത്. അപ്പോൾ ശുചിത്വ മിഷൻ നമ്മൾ ഹരികൃഷ്ണന്റെ കുഞ്ഞമ്മയെന്നല്ലേ പറഞ്ഞത്? നമ്മുടെ ന്യൂസിലാണ് ഹരികൃഷ്ണൻ. ഓക്കെ, നമ്മുടെ റിപ്പോർട്ടർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാ വിവരങ്ങൾ പറയും? എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇവിടുത്തെ ജോലി? എന്താ? ഞങ്ങൾ ഇവിടെ ഉള്ള മാലിന്യങ്ങൾ വൃത്തിയാക്കി മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ കാണാമെന്നാണോ? അല്ല അല്ല, ഒന്നിച്ചുള്ളവരാണ് നിൽക്കുന്ന. ഇപ്പൊ എന്നാ കാണാമെന്നാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ സന്തോഷമായി. ഓക്കെ, അപ്പൊ നിങ്ങൾ വി സാംബശിവൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് കഥകളിലൂടെ ഈ കഥ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ഒരു കർണാനന്ദകരമായ, ചെവിക്കൊക്കെ സുഖം പകരുന്ന ഒരു ശബ്ദത്തിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് പുറത്തും ഒരുപാട് ഉത്സവ വേദികളും പൊതുവേദികളും ഒക്കെ ഇളക്കി മറിച്ച ഒരേ ഒരു കാഥികനാണ് വി സാംബശിവൻ. സാംബശിവൻ കഥ പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു പറച്ചിലല്ല, ഒരു 1.5 പറച്ചിലായിരിക്കും. അപ്പോൾ ഒരു ദിവസം തന്നെ അദ്ദേഹം 3 കളികൾ 3 കഥാപ്രസംഗമൊക്കെ നടത്തിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഒരു സഹയാത്രികനായിരുന്നു വി സാംബശിവൻ. അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയൊക്കെ വെല്ലുവിളിച്ചൊക്കെ അദ്ദേഹം കഥ പറഞ്ഞു. ഇപ്പോൾ വി സാംബശിവൻ്റെ മകൻ വസന്തൻ, ഞങ്ങളുടെയൊക്കെ വസന്തൻ സാംബശിവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. അത് എൻ്റെ കൂടെ കോളേജിലൊക്കെ പഠിച്ചാണ് വസന്തൻ. അപ്പോൾ വസന്തൻ ഇപ്പോൾ സാംബശിവൻ്റെ ആ സംഭാവനകളെ പിന്തുടർന്ന് അദ്ദേഹം ഇപ്പോൾ കഥയൊക്കെ പറയുന്നുണ്ട്. കഥാപ്രസംഗ രംഗത്തൊക്കെ അറിയപ്പെട്ട പേര് തന്നെയാണ് വസന്തൻ്റെ. നമുക്ക് അതിനു മുമ്പ് ഈ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ ആരാണ് ഈ വി സാംബശിവൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി വേണ്ടേ? അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗത്തിൻ്റെ ഒരു ചെറിയ പീസ് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കും. അപ്പം അറിയാം ശബ്ദം കൊണ്ട് ഈ മനുഷ്യൻ നടത്തിയിട്ടുള്ള ഇന്ദ്രജാലം എങ്ങനെയായിരുന്നു എന്ന്. വെൺമേഘശകലങ്ങൾ ചിതറിക്കിടക്കുന്ന നീലാകാശത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കെട്ടിടം ഉയർന്നു നിൽക്കുന്നു. പെൺമുകിൽ നിരകൾ ചിന്നിയ നീലിമ പിന്നിലാകെയൊഴിയ വെണ്ണികയാൽ സമയം പ്രഭാതം. ആ കെട്ടത്തിന്റെ ഗേറ്റിൽ 8-10 ആളുകൾ കാത്തു കെട്ടി നിൽക്കുന്നു. ആളുകളുടെ നിൽപ്പ് കണ്ടിട്ട് ആ വീട്ടിലെ ഗൃഹനായകനെ കാണാൻ നിൽക്കുകയാണെന്ന് തോന്നുന്നു. കാത്തു നിന്ന് മുഷിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ഒന്ന് എത്തി നോക്കി. ഉണ്ടോ? കാണുന്നില്ലല്ലോ. എന്താ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരാത്തത്? ഇങ്ങോട്ട് വരാത്തതെന്താ? പിന്നെ കുളി, ഇങ്ങനെ ഒരു കുളിയുണ്ടോ? കുറെ നേരമായില്ലേ? കുളി കഴിഞ്ഞു കാണും. ജപവും കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹം ഡ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുക. അവിടെ കുളിയും ജപവും എല്ലാം കഴിഞ്ഞ് ഡ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അലക്കി തേച്ചെടുത്ത തൂവെള്ള ഖദർ ജൂബയും വേഷ്ടിയും ധരിച്ചു. തവിട്ട് നടത്തിൽ ഖദർ ഷാല് പൊതച്ചു. ഗാന്ധി തൊപ്പി വെച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്തുനിന്നുകൊണ്ട് പറയുന്നു, ഇതൂടെ വയ്യ, അങ്ങക്ക് നല്ല ഇണക്കോ എന്ന് വെച്ചേ. കണ്ണടയും വെച്ചു. വിദ്യാനാഥ കാമുക ഹൃദയം കഥന സാഗരം കണ്ണിൽ കടലിലപാരം അപാരം. എടി മന്ദാകിനി, അവൻ എന്തോ പാടുന്നത്? സെൽഫി എടുത്തോട്ടെ, ഞാൻ ആങ്കർ ചെയ്യാൻ വരട്ടെ. സെൽഫി എടുത്തു കഴിഞ്ഞല്ലോ. ഓക്കെ, റെഡി, താങ്ക് യു. അപ്പോൾ അതായത് വി സാംബശിവൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്കൊരു കാര്യം, സാംബശിവൻ്റെ മകൻ വസന്തൻ നമുക്കൊപ്പം ചേരുന്നു. അലക്സറ മുഹമ്മദ് അവിടെ ഉണ്ട്. അലക്സറ മുഹമ്മദ് ആയിരിക്കും അദ്ദേഹത്തോട് സംസാരിക്കുക. ഓവർ ടു യു അലക്സറ മുഹമ്മദ്, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയൂ. അപ്പോൾ നമ്മൾ മുകേഷ് വന്നിട്ടുണ്ട്. അപ്പോൾ മുകേഷിനോട് കാര്യങ്ങൾ ചോദിക്കാണ്ട്. മുകേഷിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വി സാംബശിവനെ കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ മുകേഷിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഓക്കെ, ഓവർ ടു യു അലക്സറ മുഹമ്മദ്. മുകേഷോടെ നിൽക്കും, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്, കുഴപ്പമില്ല.
ഒന്ന് കൊട പിടിച്ചോ. എസ്കേൻ താങ്ക് യു. മുകേഷിനെ- എസ്കേൻ പറഞ്ഞതുപോലെ ആശ്രാമത്ത് പൊടിപൂരമാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ വേദികൾക്കും കൊല്ലത്തെ മഹാരഥന്മാരുടെ പേരുകൾ നൽകി എന്നുള്ളതാണ്. 8ാം വേദിയിലേക്ക് പോയാൽ ആ വേദിയുടെ പേര് വി സാംബശിവൻ സ്മൃതി എന്നാണ്. ഇവിടെ എത്തിയത് മുതലുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട കഥകൾ കേൾക്കണമെന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളെ കാണണമെന്നും അദ്ദേഹം ജീവിച്ചിരുന്ന ഇടത്തേക്ക് വരണമെന്നും ഒക്കെയുള്ള വലിയ ആഗ്രഹമായിരുന്നു. അതാണ് ഈ സഫലമാകുന്നത്. അദ്ദേഹം ജീവിച്ച ഈ കച്ചേരിമുക്കിലെ താമരത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ആ വീട്ടിലാണ് ഞാനുള്ളത്. ആ വീട് പഴയ വീടല്ല, അത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീടിനോട് ചേർന്നൊരു ചെറിയ ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ ഒരു ചെറിയ സ്മൃതി കുടീരം കാണാം. അതിൽ അദ്ദേഹം വി സാംബശിവനുണ്ട്, സഹധർമ്മിണിയുണ്ട്. നേരത്തെ ഇവിടെ ഒരു പ്രതിമ, ഒരു വെങ്കല പ്രതിമയുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് ചവറത്തെക്കും ഭാഗത്തേക്കുള്ള സ്മാരകം അവിടെ നിർമ്മിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മാറ്റിയെന്നാണ് അദ്ദേഹത്തിന്റെ മകൻ അല്പം മുമ്പ് വസന്തകുമാർ സാംബശിവൻ പറഞ്ഞത്. സ്കേൻ നമുക്കറിയാം വി സാംബശിവൻ ആരാണെന്നറിയാം. ഈ കഥാപ്രസംഗ കല എന്നതിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ തന്നെ അതിൽ ആദ്യം വരുന്ന പേരാണ്. കഥാപ്രസംഗ കലയുടെ കുലപതിയാണ് വി സാംബശിവൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. 1929 ജൂലൈയിലാണ് അദ്ദേഹം ചവറയിൽ ജനിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആവേശം നൽകിയ ഒരു കാര്യം, അദ്ദേഹം 20ാം വയസ്സിൽ അദ്ദേഹം ആദ്യത്തെ കഥ പറഞ്ഞു എന്നുള്ളതാണ്. 20ാം വയസ്സിൽ ഈ ഗുഹാനന്തപുരത്തൊരു ക്ഷേത്രത്തിനടുത്താണ് അദ്ദേഹം ആദ്യത്തെ കഥ പറഞ്ഞതായി കേട്ടിട്ടുള്ളത്. 49ലാണ്. ആ 49ലെ കഥ തുടങ്ങുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ കൗമാരം വിട്ട യുവാവായി യൗവനത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹം പറഞ്ഞത് കലാശാല വിദ്യാലയം അല്ലെങ്കിൽ കലാശാല വിദ്യാഭ്യാസം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിന് പക്ഷേ തൻ്റെ കയ്യിൽ പണമില്ല, ഞാനൊരു കഥ പറയാം, പകരം എനിക്ക് പണം തരൂ എന്ന് ആളുകളോട് പറഞ്ഞതായി അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ സംഭാവനകൾ, അദ്ദേഹത്തിന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എസ്കേൻ ഒരു 63-64 മലയാളികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച്, തൊഴിലാളികളെ സംബന്ധിച്ചൊന്നും ഈ ലോക സാഹിത്യത്തെ പറ്റി വലിയ ധാരണയും ഒന്നുമില്ലാതിരുന്ന കാലത്ത് അദ്ദേഹം ടോൾസ്റ്റോയിയെ മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണ്. ടോൾസ്റ്റോയുടെ ദ പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന കൃതിയെ അനീസിയ എന്ന കഥയായി, കഥാപ്രസംഗമായി ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുകയാണ്. നമുക്കറിയാം അതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ഈ അനീസിയുടെ ക്യാരക്ടർ. പക്ഷേ അത് അത്രയും ഹൃദയഹാരിയായി അദ്ദേഹം ആളുകൾക്ക് ഇടയിലേക്ക്, പ്രേക്ഷകർക്കിടയിലേക്ക്, തന്റെ കേൾവിക്കാർക്കിടയിലേക്ക്, ശ്രോതാക്കൾക്കിടയിലേക്ക് അദ്ദേഹം എത്തിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം കൃത്യമായി 64 തൊട്ടടുത്ത വർഷം ഷേക്സ്പിയറിന്റെ ഒഥല്ലോ, അതും സമാനമായി തന്നെ ആ വിശ്വസാഹിത്യ കൃതി ആളുകളിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് ഒരുപാട് കൃതികൾ 75 നവംബർ 25 നമ്മളിപ്പോൾ കേട്ട ഈ ദൃശ്യം, ഞാനൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ ഈ ദൃശ്യം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണും. അങ്ങനെ ഒരു ദൃശ്യമേ അവശേഷിക്കുന്നുള്ളൂ. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. 75 നവംബർ 25 താൻ ആദ്യം 20ാം നൂറ്റാണ്ട് എന്ന ഈ കഥ പറയുന്നത്. ആ കഥ പറഞ്ഞതിന് ശേഷം ഗവൺമെന്റ് എനിക്കൊരു അംഗീകാരം തന്നു. അദ്ദേഹം അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ച കഥയാണ് പറയുന്നത്. അത് എന്നെ സംബന്ധിച്ച് ആവേശഭരിതമാണ് വി സാംബശിവനെ കുറിച്ച് ഓർക്കുമ്പോൾ. അദ്ദേഹത്തിന്റെ മകൻ വസന്തകുമാർ സാംബശിവനാണ് എനിക്കൊപ്പം ഉള്ളത്. ഇതൊരു മനോഹരമായ ഒരു നിമിഷമാണ്. കാരണം ഇതുപോലൊരു വലിയൊരു കലാമാമാങ്കം, ഏഷ്യയിലെ തന്നെ വലിയ കലാമാമാങ്കം ഇവിടെ നടക്കുന്നു. വി സാംബശിവന്റെ സ്മൃതി അവിടെയുണ്ട്. അദ്ദേഹത്തെ ഓർക്കുന്നു. എങ്ങനെയാണ് ഈ സമയം അനുഭവപ്പെടുന്നത്? ഇത് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയായി മാറി എന്നതാണ് സത്യം. ആദ്യം ഒരു ആവേശമായിരുന്നു. 15 വർഷത്തിന് ശേഷം കൊല്ലത്ത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ വരുന്നു. അതിൻ്റെ ഒരു സമാന്തരമായിട്ടുള്ള ഒരു സവിശേഷത, 100 വർഷം തികയാണ് കഥാപ്രസംഗ കലയ്ക്ക്. അങ്ങനെ ഒരു ആവേശമാണ് എനിക്ക് തോന്നിയത്. 15 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഇവിടെ ഈ യൂത്ത് ഫെസ്റ്റിവൽ വരുമ്പോൾ 100ാം വർഷം കഥാപ്രസംഗം എത്തി നിൽക്കുന്നു. 1924 കഥാപ്രസംഗം ആരംഭിച്ചത്. 2024 ആയപ്പോൾ 100 വർഷമായി. അതിൻ്റെ ഒരു ആവേശമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വരുന്ന ഈ കലാമാമാങ്കം കണ്ട് ആകെ ആവേശഭരിതനാണ് ഞാൻ. ഒന്നാമത് വലിയ പ്രതീക്ഷയാണ്. കഥാപ്രസംഗ ഇനത്തിൽ കുട്ടികൾ ഒന്നാന്തരം പെർഫോമൻസസ് കാഴ്ചവെക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇന്നലെ ഹൈസ്കൂളിൻ്റെ കഴിഞ്ഞു. ഇന്നിപ്പോൾ രാവിലെ ഞാൻ അങ്ങോട്ട് ധൃതിപ്പെട്ട് നിൽക്കുകയാണ് ഹയർ സെക്കൻഡറിയുടെ പെർഫോമൻസ് കാണാൻ. പേരാമ്പ്രയിൽ റവന്യൂ ജില്ലാ കലോത്സവത്തിന് ഞാൻ പോയിരുന്നു. എന്നെ അതിശയപ്പെടുത്തിക്കൊണ്ട് ഈ പലരും അന്യം നിന്നു നിൽക്കുന്നു എന്ന് പറയുന്ന കഥാപ്രസംഗം ഉപാസിച്ചുകൊണ്ട് 87 മത്സരാർത്ഥികളാണ്. ആശ്രാമം. താങ്ക് യു വസന്തൻ. അതുപോലെ അലക്സ് റാം, ഞാൻ മുകേഷിലേക്ക് പോകും. മുകേഷിന് ഭാരിച്ച ഉത്തരവാദിത്തം എന്ന് എനിക്കറിയാം. ഇവിടുത്തെ MLA ആണ്, അതുകൂടെ നമ്മുടെ സംഘാടക കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അല്ലേ? അപ്പോൾ ഞാൻ ഈ കാന്തിയെ കുറിച്ച്, നമ്മുടെ സാംബശിവന്റെ വീട്ടിലാണ് പോയിരുന്നത് ഇപ്പോൾ അതിന് മുമ്പ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ അലക്സ് റാം മുമ്പ് പറയാം. വസന്തൻ ഉണ്ടായിരുന്നു. അപ്പോൾ കാന്തി എന്നുള്ള സിനിമയിൽ അഭിനയിച്ചു. ശരിക്കും സാംബശിവന്റെ ഒരു ഇതായിരുന്നു അത്. കാര്യം മുകേഷ് കണ്ടുകൊള്ളുന്ന അദ്ദേഹത്തിന്റെ കഥ കേട്ടോ. അല്ല, സാമ്പൻ ചേട്ടന്റെ ഒരു ശിഷ്യനായിട്ടാണ്. എങ്കിലും ശിഷ്യൻ
ആവുമ്പോൾ പല സന്ദർഭങ്ങളിലും ഗുരുവിൻ്റെ ചേഷ്ടകളും മാനറിസംസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം എനിക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയരാജ് വലിയ ഡയറക്ടറാണല്ലോ. അദ്ദേഹം പറഞ്ഞു ഈ റോൾ എടുക്കാൻ ഇന്ന് ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. കാര്യം നമ്മൾ ആ വഴി സഞ്ചരിച്ച് വന്നതുകൊണ്ട്, കഥാപ്രസംഗത്തിന്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്. വേറൊരാൾക്ക് കഥാപ്രസംഗത്തിന്റെ കാര്യങ്ങൾ ഇത്രയും ഗഹനമായിട്ട് അറിഞ്ഞുകൂടായിരിക്കും. അല്ല മുകേഷ്, ഞാൻ ആ പടം കണ്ടില്ല, ഈ പ്രേക്ഷകരിൽ പലരും ഇത് കണ്ടു കാണത്തില്ലല്ലോ. കണ്ടവരാസ്വദിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഇതിനകത്ത് അവലംബിച്ചിരുന്ന ഒരു ശബ്ദ രീതിയൊക്കെ തന്നെ യഥാർത്ഥത്തിൽ സാംബശിവനെ പോലുള്ള ആൾക്കാർ നടത്തിയ ഈ കഥ നടക്കുന്നത് അല്ല, അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും അല്ല. അങ്ങനെ ആദ്യം തന്നെ തീരുമാനിച്ചു. അപ്പോൾ അത് മിമിക്രി ആയിപ്പോയി. അപ്പം എനിക്ക് ഒരു നല്ല മധുരിക്കുന്ന ഒരു ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 സ്ഥലത്ത് ഈ പ്രായത്തിലുണ്ടോ ഇങ്ങനെയുള്ള ഓർമ്മ? ഉണ്ട്, ഈ പ്രായത്തിലാണ് കൂടുതൽ. അപ്പോൾ 3 സ്ഥലത്ത് ഞാൻ കഥ പറയുന്നതായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ജയരാജ് പറഞ്ഞു, അപ്പം സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആ സ്ക്രിപ്റ്റ് അല്ല, കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ വരണം, ഇങ്ങനെ ഒഴുകണം, എന്നാലേ കഥാപ്രസംഗം ആകത്തുള്ളൂ. അപ്പോൾ അത് സംഭവിച്ചു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് 3 സ്ഥലത്ത് നമ്മൾ സാംബശിവന്റെ കഥ തന്നെ പറഞ്ഞു. അത് കോട്ടയത്തെ ഒരു അമ്പലത്തിൽ പണ്ടത്തെ പോലെ ഇപ്പം നോട്ടീസൊന്നുമില്ല, വാട്സപ്പിൽ അടിച്ചാൽ മതി. വാട്സപ്പിൽ അടിച്ചതെന്ന് പറഞ്ഞാൽ മുകേഷിന്റെ കഥാപ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. കംപ്ലീറ്റ് ഫുള്ളായി. ഇയാൾ കഥാപ്രസംഗം തുടങ്ങിയെന്ന് പറഞ്ഞു. ഷൂട്ടിംഗ് അതെന്ന് പറഞ്ഞുകൂടാ. ഷൂട്ടിങ് തുടങ്ങി ഞാനൊരു 15 മിനിറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനേ ഉള്ളൂ, അത്രേ പറ്റൂ. അപ്പം ജയരാജ് വന്ന് ഈ 15 മിനിറ്റ് കഴിഞ്ഞ് വന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഞാൻ സാംബശിവനെ കണ്ടു, എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം മ്യൂസിക്കിന്റെ ആൾക്കാരൊക്കെ പണ്ടത്തെ മ്യൂസീഷ്യൻസ് ആണ്. അവർ പറഞ്ഞ് 2 മിനിറ്റ് മുകേഷ് ആയിരുന്നു, പിന്നെ കാതികനായി എന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കാട്ടിയും മധുരിക്കുന്ന ഓർമ്മയെന്ന് പറഞ്ഞാൽ, ഞാൻ ആൾക്കാരെല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞു, എവിടെ പോകുന്നു, ബാക്കി കഥയും കൂടെ പറ, ഞങ്ങൾ കഷ്ടപ്പെട്ട് വന്നു, ബാക്കി 15 മിനിറ്റ് നന്നായിരുന്നു, ഇനി ബാക്കി പറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം ഉണ്ടാകുന്നത്. പിന്നെ ഈ സംഭാഷണം തുടങ്ങേണ്ടത് ഈ 3-4 ദിവസമായിട്ട് അതിഗംഭീരമായിട്ട് കൊല്ലം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു പോവുകയാണ്. ആരാണോ എന്നറിഞ്ഞൂടാ, കുറെ കുട്ടികൾ വിശ്വസിച്ചിരിക്കുന്നു. കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയന്നിരിക്കുമായിരുന്നു. കൊല്ലത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും മനോഹരമായ സ്നേഹസമ്പന്നമായ ഒരു സ്ഥലമില്ല എന്ന്. അതിന്റെ നിങ്ങളിപ്പോ രാവിലെ 7 മണി തൊട്ട് ഓരോ കൊല്ലത്തിന്റെ ഓരോരോ സാംസ്കാരിക നായകന്മാരെയും കലാകാരന്മാരെയും കവർ ചെയ്ത് വരിക. എന്താടാ കൊട്ടാരക്കരയുടെ വീട്ടിൽ പോയെന്ന് ഒരാൾ ചോദിച്ചു. കണ്ടോ, മുരളിച്ചേട്ടൻ കൊട്ടാരക്കര മുരളിയുടെ വീട്ടിൽ പോകാൻ പറ്റില്ല, കുടവട്ടൂർ പോകാൻ പറ്റില്ല. ഇത്രയും കൂടുതൽ കലാപ്രവർത്തകരുള്ള ഒരു ജില്ലയില്ല. കലയുള്ള സ്ഥലത്താണല്ലോ അക്രമം ഇല്ലാതെ. ഞാനേ മുകേഷ് പണ്ട് കുറച്ച് കൈയടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അന്ന് സ്മരിക്കാന്ന് വിചാരിച്ചു. മുകേഷ് കേരള സർവകലാശാല യുവജനോത്സവത്തില് മിമിക്രിയിൽ 1ാം സ്ഥാനം നേടി. ശ്രീറാമായിരുന്നു 2ാം സ്ഥാനം. അതിന് കൈയടിച്ചാളാ, എന്റെ കാശ് ഇപ്പൊ തരണം. ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ മുകേഷ് ഈ കലോത്സവം എങ്ങനെ നടത്തിപ്പ് എങ്ങനെ പോകുന്നു? ഉത്സവ കമ്മിറ്റി ചെയർമാനാണ്. വളരെ ഗംഭീരം. ഉത്സവ കമ്മിറ്റി ചെയർമാനാണ്. കൊല്ലം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പൊക്കെ നമ്മൾ എല്ലാവരുടെ ഇങ്ങനെ പറയുകയാണ്, ഇവിടെ ആവേശത്തിന്റെ ആല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡൗട്ടുണ്ട് ഉണ്ടാവുമോ. പക്ഷേ ആദ്യത്തെ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ തന്നെ ഈ വേദി നിറഞ്ഞു കവിഞ്ഞു. അപ്പൊ നമ്മള് ഉടനെ തന്നെ കണ്ടോ, ഞങ്ങൾ പറഞ്ഞത് കണ്ടോ, ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയായില്ലേ? കടൽ 24 വേദികളുണ്ട്. MLA കൂടെ വരട്ടെ അല്ലേ, എം നൗഷാദ്. കുറച്ച് ദിവസമായി കണ്ടിട്ട്, നമ്മൾ തമ്മിലേ നേരിട്ട്. 24 വേദികൾ ഞാൻ ഓട്ടപ്രദർശനം നടത്തുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും നമുക്കൊരു പൊടി നടന്നല്ലോ 3 പേര് കൂടെ. ക്യാമറമാൻ ഫ്രണ്ടിലോട്ട് വന്നാൽ ഞങ്ങളെ 3 പേരെ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പം മുകേഷേ, എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ ഈ തിരക്കിലേക്കൊന്ന് ഇറങ്ങി നോക്കിയായിരുന്നു. തിരക്കെന്ന് കൊല്ലം ഈ അടുത്ത കാലം കണ്ടതിൽ ഏറ്റവും വലിയ തിരക്കാണ് ഫീൽ ചെയ്തത്. പക്ഷേ വളരെ ശാന്തശീലം, വേണമെങ്കിൽ മുട്ടുസ് വെച്ച് കുത്തത്തില്ലെന്നൊക്കെ ചില ആൾക്കാർ എന്നോട് ചോദിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ മുകേഷിന് അതിനെക്കുറിച്ച് ജനങ്ങളുടെ ഒരു സഹിഷ്ണുത, അവരുടെ സഹകരണം. അല്ല, നമ്മള് ആശ്രമ മൈതാനം എന്ന് പറഞ്ഞ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു സ്ഥലമാണ് പണ്ട് മുതലേ. അതായത് വിജനമാകും, ഇങ്ങനെ കാറൊക്കെ സ്പീഡിൽ ഓടിക്കുന്ന ഇതാണ്. പക്ഷെ ഈ 3 ദിവസമായിട്ട് എനിക്ക് എൻ്റെ കാറിൽ ഇങ്ങനെ ഈ ഒച്ചഴയുന്ന കണക്കല്ലാതെ ആശ്രമ മൈതാനത്തൂടെ പോകാൻ പറ്റുന്നില്ല. അത്രമാത്രം ആളുകൾ ഇങ്ങനെ ഇളകി മറിഞ്ഞു വരികയാണ്. 24 വേദികളുണ്ട്. പല വേദികളിലും ആള് കുറവാകുമോ എന്ന് ഞാൻ സംശയിച്ചു.
പക്ഷേ എല്ലാ വേദികളിലും ഹൗസ്ഫുള്ളാണ്. ഓക്കെ, താങ്ക് യു നൗഷാദ്. അപ്പോൾ സന്തോഷം. അപ്പോൾ നിങ്ങൾക്കും ഭാരിച്ച ജോലിയാണെന്നറിയാം. അപ്പോൾ ഈ കലോത്സവം നാളെ അവസാനിക്കും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് MLA മാർക്ക്, പ്രത്യേകിച്ച് കൊല്ലത്തിൻ്റെ MLA മാർക്കൊക്കെ സന്തോഷം പകരുന്ന ഏറ്റവും വിജയകരമായിട്ട് ഇത് നാളെ സമാപിക്കാൻ പോകുന്നു. അപ്പോൾ മനസ്സിൽ നിർവൃതിയായിരിക്കുമല്ലോ. തീർച്ചയായും. കാരണം ഇവിടെ നേരത്തെ മുകേഷ് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ തുടക്ക സമയത്ത് കൊല്ലത്തുകാരെ സംബന്ധിച്ച് ഇതുപോലുള്ള ഈ കലാപരിപാടികൾക്ക് അല്ലെങ്കിൽ കലോത്സവങ്ങൾക്ക് ആളിനെ കിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഒരു വർത്തമാനം അല്ല, ആ ഒരു വർത്തമാനം പുറത്തുണ്ട്. പക്ഷേ ഈ 62ാമത് സ്കൂൾ കലോത്സവത്തോടുകൂടി അത് അവരുടെ എല്ലാം വായടഞ്ഞു. മന്ത്രി ശിവൻകുട്ടി എന്താ പറഞ്ഞത്? അദ്ദേഹം സന്തുഷ്ടനല്ലേ? തീർച്ചയായും. അത് എത്രയോ കഴിഞ്ഞ 25-ാം തീയതി മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്ത് ഓരോ പ്രവർത്തനങ്ങളും ഡിറ്റോ ബൈ ഡിറ്റോ എന്ന് നമ്മൾ പറയില്ലേ, സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഈ സംഘാടന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് കൃത്യമായി തുടങ്ങുക. ഇപ്പൊ 9:30 ഇപ്പൊ ആരംഭിക്കാൻ പോവുകയാണ്. ടൈം കീപ്പ് ചെയ്യുന്നുണ്ടല്ലേ? ടൈമെല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഈ അപ്പീലുകളുടെ ഒരു പ്രളയം. അപ്പീലാണ് എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ കൊടുത്തിട്ടില്ല. നല്ല കാര്യം. നിങ്ങൾ എപ്പോഴെങ്കിലും മത്സരിച്ചിട്ടുണ്ടോ കലോത്സവത്തില്? സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരേ കാലം പഠിച്ചവരൊക്കെ കേട്ടോ. സ്കൂളിൽ പഠിക്കുമ്പോൾ മത്സരിച്ചിട്ടുണ്ട്. കലോത്സവ നാടകം മത്സരം. നിങ്ങൾക്ക് പോരെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു കനഗംഭീരമായ ശബ്ദമുണ്ടല്ലേ? അതെ, നിയമസഭയിൽ ഇദ്ദേഹം വന്നു പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഒരു പുഞ്ചിരിയോടുകൂടിയുള്ള ഒരു സന്തോഷമാണ്. എന്താണ് അതിന്റെ രഹസ്യം? അതെന്തോ സൂക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ? അത്യാവശ്യം സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോഴും ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കൊല്ലത്തെ കാതീയന്മാരെ ഓർമ്മപ്പെടുന്ന ശബ്ദമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കൊല്ലക്കാർക്ക് വളരെ സന്തോഷിക്കാവുന്ന കാര്യം അവരുടെ സഹകരണം കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ മത്സരം അതിന്റെ യഥാവിധം അതിന്റെ ക്ലൈമാക്സിലേക്ക് അല്ല, ഈ എല്ലാ വിഭാഗം ആൾക്കാരും പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, ഒരുമയോടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. ഇപ്പൊ ഇവിടെ 20 കമ്മിറ്റികളുണ്ട്, 24 വേദികളും. ഈ 20 കമ്മിറ്റികൾ 20 കമ്മിറ്റികൾ വ്യത്യസ്തങ്ങളായ സംഘടനകളെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. പക്ഷെ എല്ലാ സംഘടനകളും ഒന്നിനൊന്നും മത്സരിക്കുകയാണ്. കാരണം അവരവരുടെ ഭാഗം വിജയിപ്പിക്കാൻ സ്വാഭാവികമായും തീർച്ചയായും ആ ഒരുമയുടെ വിജയം തന്നെയാണ്. താങ്ക് യു നൗഷാദ്. ഓക്കെ, നമ്മൾക്ക് ഇനി ഇടയ്ക്ക് ഊട്ടുവരയിലോട്ട് പോകുന്നുണ്ട്. താങ്കൾ കഴിച്ചോ? നല്ല സൂപ്പർ പുട്ടും കടലയും പഴയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി കഴിക്കണം. നമ്മുടെ ഊട്ടുവരയില്ലേ? ഞങ്ങളല്ലേ ഏർപ്പാട് ചെയ്തത്. അത് നമ്മളോട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കഴിക്കുന്നുണ്ട് ഇത് വന്നു. അപ്പൊ താങ്ക് യു മുകേഷ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ ഈ കഥാപ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അതിൽ തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞില്ല. അപ്പൊ കഥാപ്രസംഗം നമ്മള് ആൾക്കാരെല്ലാരും അറിയാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. കൊല്ലത്ത് കലാകാരന്മാരെ പറ്റി പറഞ്ഞു. നാടകം, കഥകളി, കഥാപ്രസംഗം, നൃത്തം, എല്ലാ മേഖലകളിലും ഏറ്റവും വലിയ ആൾക്കാരെ സംഭാവന ചെയ്താണ് കൊല്ലം. അപ്പൊ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അത് വെച്ച് തുടങ്ങണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് വേറെ വിചാരിക്കുന്നത്. അപ്പൊ വസന്തൻ സംസാരിച്ചു. സാംബശിവന്റെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരു ചെറിയൊരു ഓർമ്മ. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബെൻസി കൗൾ എന്ന് പറഞ്ഞിട്ടൊരു നാടക സംവിധായകൻ, അമുൽ പലേക്കറൊക്കെ വെച്ച് നാടകം എടുക്കുന്ന ആളാണ്. അദ്ദേഹം കൊല്ലത്തെത്തിയിട്ട് KPSC, കാളിദാസ കലാകേന്ദ്രം എല്ലാം കാണണമെന്ന് പറഞ്ഞു. എല്ലാ സ്ഥലത്തും കൊണ്ട് കാണിച്ചിട്ട് പോകുന്നതിൻ്റെ തലേദിവസം അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ എന്താണ്? സാംബാ സാവാത്തിൻ്റെ ഒരു പെർഫോമൻസ് കാണണം. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരാളില്ല ഇവിടെ. നോ 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 സാംബാ സാവാം. ഞാൻ പറഞ്ഞു, ഇല്ല, അങ്ങനെ സാംബാ സാവ എനിക്കറിഞ്ഞൂടാത്ത ഒരു കലാകാരനില്ല. അപ്പോൾ അദ്ദേഹം എഴുതി തന്നപ്പോഴാണ് സാംബശിവനാന്ന് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം ആ വടക്കേ ഇന്ത്യക്കാരൻ എൻ്റെ അടുത്ത് പറയുകയാണ്, ലോകത്ത് ഒരാൾ വൺ മാൻ പെർഫോമൻസ്, വൺ മാൻ ആർമി, ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാരെ അഭിസംബോധന ചെയ്ത് കലാപ്രകടനം നടത്തുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ഹീ ഈസ് സാംബാ സാവാം. സാംബശിവന്റെ ഏത് കഥയാണ് മുകേഷിന്റെ ചെറുപ്പകാലത്ത് ഏറ്റവും ആകർഷിച്ചത്? ഐഷയാണോ? എല്ലാ കഥയും ആകർഷിച്ചിട്ടുണ്ട്. ഒഥല്ലോ, ഡോൺ ശാന്തമായി ഒഴുകുന്നു, അനീസ്യ, യന്ത്രം, വിലയ്ക്ക് വാങ്ങാം, അങ്ങനെ എല്ലാ കഥകളും എത്ര പ്രാവശ്യം. ഇപ്പൊ ഞാൻ തമാശ പറയുന്ന ഒരാളാണ്. ഒരു തമാശ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോയി തീർന്നു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത് കേട്ടിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കാര്യം. ഉത്സവ പറമ്പുകളിലൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്. ആ തമാശ ഒന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ. സാമ്പന്റെ തമാശകൾ വീണ്ടും വീണ്ടും കേൾക്കുവാൻ ലോകത്ത് അദ്ദേഹത്തിന് മാത്രമുള്ള ഒരു വരദാനമാണ്.
അപ്പോൾ എനിക്ക് ഇനി റിക്വസ്റ്റ് ഉണ്ട്, അത് സ്റ്റുഡിയോയിൽ മതി, ഇവിടെ ചെയ്താൽ ശരിയാവത്തില്ല. മുകേഷിൻ്റെ ഒരു കഥാപ്രസംഗം നമുക്ക് റെക്കോർഡ് ചെയ്യണം, നടക്കുമല്ലേ? ഓക്കെ, താങ്ക് യു. കൊല്ലത്ത് 24 വേദികളും കൊല്ലത്തെ കലാകാരന്മാരുടെ മൺമറഞ്ഞു പോയ കലാകാരന്മാരുടെ പേരിലാണ് നാമധേയം. അത് നമ്മൾ കണ്ടു, നമ്മളതെല്ലാം പരിചയപ്പെടുത്തി. കലാകാരന്മാരുടെ നാടാണെന്നുള്ളതിന്റെ തെളിവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ താങ്കളുടെ പേരെന്താ? അപ്പൊ നമ്മുടെ RS ബാബു വന്നിട്ടുണ്ട്, കേരള മീഡിയ അക്കാദമി ചെയർമാൻ. വരൂ ബാബു. അപ്പൊ താങ്കൾ കഥാപ്രസംഗം അറിയാമോ? അപ്പൊ ഒന്ന് ഓപ്പൺ ചെയ്തേ ഒരു കഥ. ഞാൻ 1999 ഇവിടെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്തുമ്പോൾ പറഞ്ഞ കഥ ഒന്ന് പറയാം. കുരുക്ഷേത്ര യുദ്ധ സമയത്ത് താങ്ക് യു. കാണണം. കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കുന്തിദേവി കർണനെ വന്ന് കാണുകയാണ്. മോനെ, നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയാൻ വരുന്ന ആ ഒരു രംഗം പറയുമ്പോൾ കർണൻ പറയുന്ന മറുപടിയോട് കൂടി ചെറിയൊരു ഭാഗം കഥാപ്രസംഗമായിട്ട് പറയാൻ അമ്മേ, അമ്മയുടെ മകനാണ് ഈ കർണൻ എന്ന് പറയുവാനുള്ള എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ല ആ ദിവസം. ആയുധപന്തയത്തിൽ ഞാൻ പങ്കെടുക്കാൻ വന്ന ദിവസം അന്ന് കൃപാചാര്യർ എന്നോട് ചോദിച്ചു, നിന്റെ ജാതി ഏത്? നീ ഏത് രാജകുടുംബത്തിൽ പിറന്നതാണ്? അർജുനനോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്താണ് യോഗ്യത? അന്ന് വില്ലും നിലത്തിറഞ്ഞൊന്നും പറയാൻ കഴിയാതെ ആ വലിയ സഭയ്ക്ക് മുമ്പിൽ ഞാൻ തലകുനിച്ച് നിന്നപ്പോ അമ്മയ്ക്ക് എഴുന്നേറ്റെന്ന് പറയാമായിരുന്നില്ലേ? അവൻ എന്റെ മകനാണ്, സൂര്യപുത്രനാണ് കർണൻ എന്ന് അമ്മ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ കർണന്റെ ആത്മാഭിമാനത്തിന് എന്ത് തിളക്കമായിരുന്നേനെ. അപമാനഭാരത്തിന്റെ നീർച്ചുഴിയിൽപ്പെട്ട അന്ന് മരിച്ചു കർണൻ. ഇന്ന് ജീവിച്ചിരിക്കുന്ന കർണൻ സുയോധനൻ ദാനം തന്ന ജീവിതം പേർന്ന കർണനാണ്. ഈ ജീവിതം എക്കാലും അവനുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ഈ ജീവിതം കേരള പോലീസിനുള്ളതാണ്. ഓക്കെ, റെഡി. പേര് പറഞ്ഞില്ല. മുഖത്തല സതീശൻ. അപ്പോൾ RS ബാബു, കേരള മീഡിയ അക്കാദമി ചെയർമാൻ. സംഘടക സമിതിയാണോ, ഉത്സാഹ കമ്മിറ്റിയാണോ? ഉത്സാഹ കമ്മിറ്റി ഉണ്ട്. ഇത് നടക്കാൻ ഇറങ്ങിയാണോ രാവിലെ നടന്നിട്ട് ശ്രീണനുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടെ കയറി. വളരെ സന്തോഷം ബാബു. എങ്ങനെയുണ്ട് കലോത്സവം കണ്ടിട്ട്? ബാബു കുറെ കലോത്സവങ്ങളിൽ സംഘാടക സമിതി ആയിട്ടുണ്ട്. അല്ലെ, ഒരു 14 വർഷം മുമ്പ് ഇവിടെ ഇതേ മണ്ണിൽ കലോത്സവത്തിന് ആതിഥേയം അരളിയതാണ്. അന്നുള്ളതിനേക്കാൾ വളരെ എത്രയോ വലിയ പങ്കാളിത്തം ചരിത്രമായി. ചരിത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ബോയ്സ് ഹൈസ്കൂളായിരുന്നു. ബോയ്സ് ഹൈസ്കൂളിലെ വേദിയും ഇതുമായിട്ട് അജഗജാന്തര വ്യത്യാസമുണ്ട്. അന്നുള്ളതിന്റെ എത്രയോ നടക്കാൻ കാലിന് കുഴപ്പമില്ലുണ്ടോ? ഒന്നുമില്ല, വരും. ഇത്തിരി നടക്കാൻ എന്നിട്ട് അല്ല, അന്നുള്ളതിനേക്കാൾ ആളുകളുടെ പങ്കാളിത്തം വളരെ കൂടിയിട്ടുണ്ട്. അതിന് നമ്മുടെ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എല്ലാ ചാനലുകളും ഇന്ന് 14 വർഷം മുമ്പ് ഇതേപോലെ ഒരു സ്വാധീനം ചെലുത്താൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. മാധ്യമങ്ങളുടെ കൂടി ഒരു പങ്കാളിത്തത്തോട് മാധ്യമങ്ങളുടെ ഉത്സവം നടക്കുന്നത്. അവിടെ കണ്ടില്ലേ എത്ര മാധ്യമങ്ങളാ? ഞാൻ എല്ലാവരും ഹായ് പറയണമെന്ന് ആൾക്കാർ ഓടിക്കളഞ്ഞു. ഈ പ്രധാന വേദിയിൽ ആശ്രമം മൈതാനത്ത് ഏകദേശം ഇന്നലെയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്ത് ഒരു 10-30,000 40,000 ആൾക്കാർ യഥാർത്ഥത്തിൽ കൂടിയിട്ടുണ്ട്. അത്ര വലിയൊരു കൂട്ടമായിരുന്നു. ഒരു തരി മണ്ണ് വീഴാൻ കഴിയാത്തത്ര വിധത്തിൽ ആശ്രമം മൈതാനം അത്രയും ഭയങ്കര ജനക്കൂട്ടവും വലിയ വിജയമാണ്. നമ്മളിത് കണ്ടപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. മാത്രമല്ല ബാബുവിന് വേറൊരു ഇതുണ്ട്. കടപ്പാക്കട സ്പോർട്സ് ക്ലബ് എന്നൊരു സാംസ്കാരിക സംഘടനയുണ്ട്. അത് ഇത്രയും വലിപ്പത്തിലാക്കിയതിലെ മുഖ്യനാണ് RS ബാബു. അവിടെ ഒരു കാര്യം ഇന്നലെ ചെയ്തിരുന്നു. 2 ദിവസമായിട്ട് അവിടെ അറബിക് കലോത്സവം നടക്കുകയാണ്. ആ അറബിക് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം കടപ്പാക്കട സ്പോർട്സ് ക്ലബിന്റെ വകയായിട്ട് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം എവിടെ ചെന്നാലും ഇവിടെ ഉണ്ണിയപ്പം നമുക്കെല്ലാം കിട്ടുമോ നോക്കാം. ഓക്കെ, ഒരു 2000 ഉണ്ണിയപ്പം വാങ്ങിച്ചു പോയി ബാബു. ഓക്കെ, അപ്പോൾ ചുമ്മാ കാശ് പോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഇനി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കൊരു ഇടവേളയ്ക്ക് പോകണം. നൗഷാദ്, ഇവിടെ എന്താ ഇപ്പൊ നടക്കുന്നത്? ഇവിടെ സ്റ്റുഡൻസ് പോലീസിന് വേണ്ടിയിട്ടുള്ള ഈ CPR നൽകുമല്ലോ നമ്മള്. ഓക്കെ, അതിന്റെ അപ്പൊ ആരാ CPR നൽകുന്ന ആളാരാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഓക്കെ, കിംസിലെ ഡോക്ടറാണ്. കിംസ് കോട്ടയം ആശുപത്രിയിലെ ഡോക്ടറാണ്. അതെ. ഡോക്ടർ പേര് അജിത് പ്രതാപ്. ഞാനിപ്പോ ഇവിടെ കാഡറ്റ് സ്റ്റുഡൻസിന് CPR നെ കുറിച്ച് ആൾക്കാർക്ക് അറിയാമോ? ശരിക്കും CPR കുറിച്ച് നമുക്ക് ഇവിടെയുള്ള സാധാരണ നിലയിൽ അറിയാലോ. അവസാന ഊർത്തം വലിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള ഇടിയാണ്. അതെ, സാധാരണ നമ്മൾ സ്കൂൾ ലെവലിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ സംബന്ധമായി നമ്മൾ നോർമൽ ആയിട്ടുള്ള പബ്ലിക്കിന് ഇപ്പൊ അവയർനെസ് കൊടുത്തു തുടങ്ങി. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, പിന്നെ KSRTC അങ്ങനെയുള്ള ക്ലാസ്സുകളിലെടുത്ത് ബോധവൽക്കരണം. ഡോക്ടറെ, ഞാൻ പറയുന്നത് ഡോക്ടർ ഇതൊന്ന് കാണിച്ചാലുള്ള ഒരു ഗുണം എന്താ അറിയോ? ഈ ലോകത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പൊ ലൈവ് കണ്ടോണ്ടിരിക്കും. അപ്പൊ അവർക്കും അതൊരു ആവശ്യമാണ്. ഇവിടെ ഇത്രയും പേരും ഒന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ,
അപ്പൊ അതൊന്ന് വാളത്തങ്ങൾ ഏതാ വളർത്തുന്നത്? അങ്ങനെ മണ്ഡലല്ലേ ഇത്? അതെ. ആ ഓക്കെ. നൗഷാജിയെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല MLA എന്നുള്ള കുഴപ്പമൊന്നുമില്ല. സന്തോഷമല്ലേ നിങ്ങൾക്ക്? ഓക്കെ, നിങ്ങളുടെ MLA ആണ്. ഓക്കെ, ആ റെഡി. നമ്മൾ പൊതുവെ കാണുന്നതാണ്, വായിക്കുന്നതുമാണ്, പത്രങ്ങളിലെല്ലാം കാണുന്നത് കുഴഞ്ഞു വീണ് മരിക്കുന്നു. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ വിറ്റ്നസ് ആയിരിക്കാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ കാണുമ്പോൾ ആദ്യം നമ്മുടെ സേഫ്റ്റി നോക്കുക. ചിലപ്പോൾ റോഡിന്റെ മധ്യത്തായിരിക്കാം, ചിലപ്പോൾ ഷോക്ക് അടിച്ച് കിടക്കുകയായിരിക്കാം. ആ സമയത്ത് നമ്മൾ നമ്മളെ സേഫ്റ്റി നോക്കിയിട്ട് വേണം പേഷ്യന്റ് നോക്കുക. ആ സമയത്ത് ആദ്യം നമ്മൾ ഒരു പേഷ്യന്റ് കിടക്കുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. പേഷ്യന്റ് റെസ്പോൺസ് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ബോധമില്ലാതെ കിടക്കുകയായിരിക്കും. നമ്മൾ ആ പേഷ്യന്റ് ബോധം ഉണ്ടെന്ന് ചെക്ക് ചെയ്യേണ്ടത് ആദ്യം നല്ലോണം ടാപ്പ് ചെയ്യുക. പേഷ്യന്റിനെ വിളിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിക്കാം. അറിയോ? ഓക്കെ. എന്നിട്ട് പേഷ്യന്റ് റെസ്പോൺസ് ഇല്ലെങ്കിൽ വേറെ 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് പൾസ് ഉണ്ടോ, പേഷ്യന്റ് ശ്വാസം എടുക്കുന്നുണ്ടോ എന്നുള്ളത്. ശ്വാസം എടുക്കുന്നുണ്ടോന്ന് അറിയുന്നത് നമ്മൾ നല്ല നോക്കുക, ചെസ്റ്റ് മൂവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കുക. പൾസ് നോക്കേണ്ടത് നമ്മൾ സെന്ററിൽ, ഈ പാർട്ടിലായിട്ട് സെന്ററും ഇവിടുത്തെ മസിലിനും ഇടയ്ക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുക. പൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ചെയ്യേണ്ട ജീവൻ നിലനിർത്തേണ്ട ഒരു സംഭവമാണ് CPR എന്ന് പറഞ്ഞൊരു സംഭവം, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ നമ്മൾ പമ്പ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രക്രിയ. അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹാർട്ട് നിൽക്കുമ്പോഴത്തേക്കായിരിക്കാം ബ്രെയിനിൽ ബ്ലഡ് സപ്ലൈ കിട്ടാതെ വന്നിട്ട് പേഷ്യന്റ് കുഴഞ്ഞു വീഴുന്നത്. അപ്പം നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് ബ്ലഡ് സപ്ലൈ കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മൾ CPR ചെയ്യുന്നത്. CPR ചെയ്യുന്നത് നമ്മൾ സെൻറ്റർ ഭാഗത്ത്, അതായത് നമ്മളെ ഈ വാരിയലിന് തുടങ്ങുന്ന ഇത് നടുഭാഗത്ത് വേണം കൊടുക്കേണ്ടത്. അതിൽ നിന്ന് ഒരു 2 ഫിംഗർ ബ്രെത്ത് എബവ് ഇത് വെച്ചിട്ട് നമ്മളെ ഫിസ്റ്റ്, നമ്മളെ കൈവെള്ളയുടെ ഫിസ്റ്റ് വയ്ക്കുക. അത് ലോക്ക് ചെയ്ത് പിടിക്കുക. നമ്മൾ ലെവൽ നോക്കേണ്ടത് നമ്മൾ കറക്റ്റ് ഷോൾഡർ, ഈ പേഷ്യൻ്റ് ലെവലിൽ കറക്റ്റ് ഇതിൽ 90 ഡിഗ്രിയിൽ വെച്ചിട്ട് 30 വട്ടം കംപ്രഷൻ കൊടുക്കുക. അത് ഒരു താളത്തിന് 1, 2, 3, 4, 5, 100 തൊട്ട് 120 കംപ്രഷൻസ് വരെ 1 മിനിറ്റിൽ കൊടുക്കണം. അതെങ്ങനെ കൊടുക്കുന്നത്? അത് ചെയ്യുന്ന 30, 1, 2, 3, 4, 5, 6, 25, 26, 27, 28, 29, 30 കംപ്രഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ശ്വാസം കൂടി കൊടുക്കണം. കാരണം ഓക്സിജൻ കൂടി കിട്ടണം. ആ ഓക്സിജൻ എങ്ങനെ കൊടുക്കാം? പേഷ്യന്റിന് വാ വഴി നമ്മൾ തന്നെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരാം. അത് ചിലപ്പോൾ ഛർദിൽ കാണാം, ചിലപ്പോൾ ബ്ലഡ് കാണാം. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ഒരു തുണിയോ എന്തെങ്കിലും കർച്ചീഫ് കണക്കെന്തെങ്കിലും ലേസ് വെച്ചിട്ട്, ഇത് പബ്ലിക്കിലുള്ള കാര്യം പറയാം. അപ്പം നമ്മൾ ശ്വാസം കൊടുക്കണം. 2 ശ്വാസം കൊടുക്കുക. 1 എടുത്തിട്ട് പിന്നെ നല്ലോണം ബ്രീത്ത് എടുത്തിട്ട് വീണ്ടും 1 കൂടി കൊടുക്കുക. എന്നിട്ട് വീണ്ടും കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക. 2 മിനിറ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും പൾസ് വയ്ക്കുക. പൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയം കൊണ്ട് ആംബുലൻസ് വരികയോ ഹെൽപ്പിന് വിളിച്ചവർ ഹെൽപ്പ് വരുമ്പോഴത്തേക്ക് പേഷ്യന്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതല്ലെങ്കിൽ അവിടെ തന്നെ പേഷ്യന്റിന് നമ്മൾ പൾസ് വരുന്നത് വരെ CPR കണ്ടിന്യൂ കുട്ടികളെ കാണിക്കുന്നുണ്ടോ? ഇത് അതെ, കാണിച്ചു. അവരെയൊക്കെ കാണിച്ച് ബോധവാന്മാരാക്കുക. സന്തോഷം. പ്രേക്ഷകരെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇനിയും കാണും. കിംസിലോട്ട് വരാം. രോഗിയായിട്ടല്ല. അപ്പൊ MLA കാണാം. MLA ഓക്കെ. താങ്കൾ തിരക്കിലായിരിക്കുമല്ലോ. എങ്ങനെയുണ്ട് നിങ്ങളുടെ വിലയിരുത്തൽ? സൂപ്പർ ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല 24 കൂടെ വന്ന് ഇത് അലക്കി പൊളിച്ചിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ അത്രയും കൂടുതൽ മണിക്കൂർ ഇതിനായിട്ട് മാറ്റി. അത്രയും മണിക്കൂറൊന്നും സാധാരണ കലോത്സവം, കാര്യം വൈകിട്ട് ഇന്നലെയും മെനഞ്ഞാതും അതിന്റെ തലേന്ന് മാറ്റി വെക്കത്തില്ലല്ലോ. അല്ല, അത് എന്റെ ഒരു താല്പര്യം കൂടെ ഉണ്ട്. ഓക്കെ, എല്ലാ അർത്ഥത്തിലും. ഓക്കെ, താങ്ക് യു. ഇതാര്? നമുക്ക് ഒരൊറ്റ കലാകാരനേ ഉള്ളൂ, കള്ളു കുടിക്കാതെ ഫേമസ് ആയ. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് കാര്യം? ഇവിടെ ഉണ്ടായിരുന്നോ? കലോത്സവം ഉണ്ടായിരുന്നു? ഇന്നലെ വന്നായിരുന്നു. നമ്മളെ നാട്ടിൽ വെച്ച് നടക്കുന്നല്ലേ. നെൽസൺ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ? ഇന്നലെ രാത്രി ഒന്ന് വന്നിട്ട് ജസ്റ്റ് വന്നിട്ട് അങ്ങ് പോയി. നെൽസൺ നമ്മളെ ഇവിടെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ സുധിയെ കുറിച്ച് ആലോചിക്കും. കൊല്ലം സുധി ഇവിടെ കാണേണ്ട ആളല്ലേ? പിന്നെ വല്ലാത്ത സങ്കടമായി പോയി. ഭയങ്കര സങ്കടം. ഓക്കെ, അപ്പൊ നെൽസന്റെ കൂടെ ഞാൻ ഒരു ഐറ്റം. നെൽസനോ? നെൽസനാ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റാഫ് പറയും നെൽസന്റെ ആ കുടിക്കാത്തവരാ പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു കാര്യം, അല്ല കുടിയും വേണോ? അത് ഇഷ്ടമുള്ളതായിക്കോട്ടെ. അല്ല, ഞാന് കലോത്സവം ഒക്കെ കലോത്സവം വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഒരു ലളിതഗാനത്തിന് 4 വരി പാടാം. ആയിക്കോട്ടെ. വലം വിരിശങ്കിൽ തുളസി തീർത്ഥം മലയജ കുങ്കുമ മഹാപ്രസാദം പ്രദക്ഷിണ വഴി അഴകിന്നഴകേ നിന്റെ മനോഹര രൂപം മദാലസരൂപം കോമളരൂപം വലം തിരി
ശങ്കിൽ തുളസി തീർത്ഥം നെൽസൺ, സൗണ്ട് ഈ വലംപിരി ശങ്കിന്റെ ഒരു പുരാണം കൂടെ പറയാം. ഈ വലംപിരി ശങ്കിൻ പാടിക്കൊണ്ടാണ് മിൻമിനി എന്നുള്ള പാട്ടുകാരി പിറവിയെടുക്കുന്നത്. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലില് PJ റോസ്ലി സെന്റ് സേവിയേഴ്സ് കോളേജ് ആലുവ മത്സരിച്ചു. അവസാനം AR റഹ്മാന്റെ ചിന്ന ചിന്ന ആശയിലേക്ക് പടർന്നു കയറി. ഓക്കെ, താങ്ക് യു. ഏത് ഐറ്റത്തിലാണ് ജയിച്ചത്? ഓടക്കുഴലും കാവ്യകളിയാണ്. അഭിനീത് KM. അപ്പൊ ഇത്തിരി ഇന്ന് വായിച്ചാലോ? ഏത് സ്കൂളാ? ഞാൻ പെർളശ്ശേരി സ്കൂൾ, കണ്ണൂരിൽ. ഓക്കെ, ഇന്ന് വായിച്ചാലോ? നമുക്ക് അവിടെ ബ്രേക്ക് പറയണം എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ചോണ്ടേ ഇരിക്കുക. ഓക്കെ, റെഡി. ഓക്കെ, താങ്ക് യു മോനെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയെ കൂടി നമ്മളോട് വെച്ച് കാണുക. സോറി PCR, എനിക്ക് ഇടവേള പറയാൻ കഴിയുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോടെ നമുക്കൊന്ന് സംസാരിച്ചിട്ട്. മിനിസ്റ്റർ നമസ്കാരം. നിങ്ങളെ അന്വേഷിച്ച് വന്നാണ്. അപ്പോൾ നൗഷാദ് MLA ഉൾപ്പെടെ എല്ലാവരും നിങ്ങളെ അങ്ങ് പ്രശംസിക്കുക. എനിക്ക് അസൂയ തോന്നിപ്പോയി. അപ്പോൾ കലോത്സവം ഗംഭീരമായി നടക്കുന്നു. ഞാൻ ഇന്നലെ വന്നു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങളുടെ സംഘാടക സമിതിക്ക്, വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമിതിക്ക് സൂപ്പറായിട്ട് ഈ കലോത്സവം സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പരാതികളൊക്കെ വളരെ കുറവ്, ഒന്നുമില്ലാന്ന് വേണമെങ്കിൽ പറയാം. വളരെ ചെറുത്. അതൊക്കെ ഇത്രയും പേര് പങ്കെടുക്കുന്നത് തമ്മിൽ 14,000 ആൾക്കാരൊക്കെ പങ്കെടുക്കുക. പിന്നെ പഴയിടത്തിന്റെ ഊട്ടുവരലിൽ പോയി സൂപ്പർ പുട്ടാ കേട്ടോ, പറയാതിരിക്കാൻ പറ്റുന്നത്. നല്ല ഭക്ഷണം അവിടെ. ഇന്ന് പുട്ടും കടലോ രാവിലെ കഴിച്ചില്ലല്ലോ? നമുക്കൊന്നും ചോദിച്ചു കഴിക്കാം. അപ്പൊ ഈ കലോത്സവത്തിന്റെ നടത്തിപ്പ് വളരെ കുറ്റമറ്റതായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ഓരോ പൊസിഷൻ 73% മത്സരം പൂർത്തീകരിച്ചു. 9:30 മണിയാണ് മത്സരം തുടങ്ങിയത്. നിങ്ങൾ സമയമൊക്കെ കൃത്യമായി പാലിക്കുന്നു MLA പറഞ്ഞു. ഇപ്പോൾ കൃത്യം 9:35 ആരംഭിച്ചു. തുടങ്ങി 24 സ്റ്റേജിലും ആരംഭിച്ചു കഴിഞ്ഞു. ഒരു കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സമയത്തിന് തുടങ്ങുക, സമയത്തിന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നേരം എടുക്കുന്നവർ പോയ ചരിത്രം. ഇപ്പൊ ആകെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് അപ്പീലിന്റെ കാര്യത്തിലാണ്. മുനിസിപ്പൽ കോടതി, DD വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർ, ഹൈക്കോടതി, പിന്നെ ലോകായുത്ത് എല്ലാം അപ്പീൽ കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും പുതിയ മാനുവലിൽ അപ്പീലിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന നിലയിൽ ഒരു തീരുമാനം ഉണ്ടാവും. ഇത് മാത്രമല്ല, പുതിയ മാനുവലിൽ പരിഷ്കാരം ഉണ്ടാവും. പുതിയ മാനുവലിൽ ഒരു നിയമപരിരക്ഷ അപ്പീലിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ കോടതിയും ഇതൊന്ന് ടിക്കറിലിട്ടേക്കുക. മന്ത്രിയുടെ പ്രസ്താവനയാണ്. അതായത് കോടതികൾക്കൊക്കെ ഇടപെടുന്നുണ്ട്, എല്ലാ കോടതിയും ഇടപെടുന്നുണ്ട്. ഏതെല്ലാം കോടതിക്ക് ഇടപെടാം, ഏതെല്ലാം കോടതിയുടെ വിധി നമുക്ക് അംഗീകരിക്കാം. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില നിയമനിർമ്മാണം വേണ്ടി വന്നാൽ അത് നടത്തും. എന്നാലേ ഇത് സുഗമമായി മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. മറ്റൊരു കാര്യം, വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ ഈ കലോത്സവത്തിന് വേണ്ടി ഒരു പ്രത്യേക ഒരു ഫണ്ട് രൂപീകരിക്കുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സന്മനസ്സുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സംഭാവനകളൊക്കെ നൽകുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു ഫണ്ടില്ല. പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുത്താണ് ഇപ്പോൾ ചിലവഴിക്കുന്നത് മുഴുവൻ. അപ്പോൾ ആ കാര്യം ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആലോചിക്കുന്നു. വേറൊരു കാര്യമുള്ളത്, ഞാനത് അവസാനം പറയാമെന്ന് വിചാരിച്ചിരുന്നതാണ്. സ്പോർട്സ് സ്കൂൾ പോലെ സ്പോർട്സ് സ്കൂളിൽ സ്പോർട്സിന് പ്രാവീണ്യം ലഭിച്ചവർക്കാണല്ലോ പ്രത്യേകം. അതേപോലെ തന്നെ ഒരു കലാ സ്കൂൾ, ഈ കൾച്ചറൽ ആക്ടിവിറ്റീസിന് പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് അക്കാഡമിക് കാര്യങ്ങളോടൊപ്പം തന്നെ കലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനത്തെ പറ്റി ഗവൺമെന്റിന്റെ ആലോചന പരിഗണനയിലാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും മിനിസ്റ്റർ സന്തോഷം. മാത്രമല്ല ഈ കലോത്സവം, സാധാരണ ഞാൻ ടീം ജേക്കബ് കലോത്സവം സംഘടിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ ജഡ്ജായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു മന്ത്രിയായിട്ട് ഞാൻ കണ്ടത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളിപ്പോൾ കുറേ നേരത്തെ വന്നത് നൗഷാദ് MLA പറഞ്ഞായിരുന്നു.
നിങ്ങൾ ഇവിടെ തന്നെയാ കുറെ കാലമായിട്ട്. ഇതൊരു കൂട്ടായ്മയാണ്. ഇനിയിപ്പോ തിരുവനന്തപുരത്തോട്ട് പോവോ? 8-ാം തീയതി വൈദ്യനത്തിന്റെ വണ്ടി കയറും. ഓക്കെ. അതായത് ഇതൊരു കൂട്ടായ്മയാണ്. എല്ലാവരും സഹകരിക്കുകയാണ്. എല്ലാ MLA-മാരും, എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും, എല്ലാ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും എല്ലാവരുടെയും കൂട്ടായ്മയായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇത്ര കുറ്റമറ്റതായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സംഭവം സൂപ്പറാ. ഓക്കെ, താങ്ക് യു. MLA-ക്ക് ഒരു താങ്ക് യു. അപ്പൊ നമുക്ക് കാണാം, നമ്മൾ ഇനിയും ചുറ്റിയിടന്ന് കാണാം. അപ്പൊ നിങ്ങളെ കാണാൻ ഞാൻ രാവിലെ പോലും തിരക്കി അടക്കമായിരുന്നു. പൊതുവിദ്യാഭ്യാസ മന്ത്രി എവിടെ എന്ന് ചോദിച്ചു. എന്നാലും ഇപ്പൊ കണ്ടെത്തിയല്ലോ. ഓക്കെ, താങ്ക് യു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇദ്ദേഹം വളരെ കഠിനാധ്വാനം ചെയ്യുന്നു എന്നതുകൂടി ഞാൻ അടിവരായിട്ട് പറയുന്നു. താങ്ക് യു. മോള് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? കണ്ടോ? എത്രാം ക്ലാസ്സിലാ? 5-ല്. ഇതാരാ? പേര് പറഞ്ഞ് പേര് പറഞ്ഞാലേ ഒരു മിഠായി. അറിയില്ലല്ലേ? മന്ത്രി ശിവൻകുട്ടി അറിയുമല്ലോ. അത് മതി, അവള് കേട്ടിട്ടില്ല, അതാ. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ കാണാം ഷാജി, കാണാം. അപ്പൊ ഇനി നമുക്കൊരു ഒരുപാട് ആൾക്കാർ മത്സരത്തിന് തയ്യാറായി കഴിഞ്ഞു. അപ്പൊ നമുക്കിനി ഒരു പെട്ടെന്ന് ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞ് വേഗം മടങ്ങി വരാം. വെൽക്കം ബാക്ക് ടു ആശ്രാം മൈതാനം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വേദി 1-ൽ ഭരതനാട്യ മത്സരം നടക്കുകയാണ്. അവിടെ 9:35 തന്നെ മത്സരം ആരംഭിച്ചു. 9:30 ഏറ്റവും സാധാരണ കലോത്സവം കേൾക്കുന്ന ഏറ്റവും വലിയ പരാതി സമയകൃത്യത പാലിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് മത്സരങ്ങൾ നടക്കുന്നു. സാധാരണ നേരം പുലരുന്നതുവരെയൊക്കെ ആടി തകർന്നു പോകുന്ന മത്സരാർത്ഥികളായിരുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഈ കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ തങ്കശ്ശേരി വിളക്കുമാടത്തെക്കുറിച്ച് ആളുകൾ പറയാറുണ്ട്. തങ്കശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ പഠിച്ച പള്ളിക്കൂടമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ തങ്കശ്ശേരി വിളക്കുമാടത്തിൻ്റെ അവിടെ ഈ വിളക്കുമരത്തിൽ നിന്നുള്ള പ്രകാശമാണ് കൊല്ലത്തെ തീരദേശ മേഖലയിലൊക്കെ ഇങ്ങനെ ഒഴുകി പരക്കുന്നത്. അപ്പോൾ ആ വിളക്കുമാടത്തിൻ്റെ പുരാണത്തിലേക്ക് നമ്മളൊന്ന് പോകുന്നു. ഷഹദ് റഹ്മാൻ തങ്കശ്ശേരിയിൽ നമുക്കൊപ്പം ചെയ്യുന്നു. ഷഹദ്, ഗുഡ് മോർണിംഗ്. ഷഹദ്, വിളക്കുമരത്തിൻ്റെ കീഴിലാണോ ഇപ്പോൾ നിൽക്കുന്നത്? പറയൂ വിളക്കുമാടത്തെക്കുറിച്ച്. എസ്കൻ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിളക്കുമാടത്തിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ നിരവധി പേരാണ് ഈ സ്ഥലം കാണാൻ വരുന്നത്. പ്രത്യേകിച്ച് ഈ കലോത്സവമൊക്കെ ആയതുകൊണ്ട് തന്നെ നിരവധി പേര് ഇത് കേട്ടറിഞ്ഞ് നമുക്കൊപ്പം ഇവിടെ ചേർന്നിട്ടുമുണ്ട്. ഏകദേശം 144 അടി ഉയരമുള്ള ഈ വിളക്കുമാടം കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള വിളക്കുമാടം എന്നാണ് അറിയപ്പെടുന്നത്. ഇടുക്കിയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് മിടുക്കികൾ നമുക്കൊപ്പം ഉണ്ട്. ഇത് കാണാമെന്നാണ് നിങ്ങൾ ശരിക്കും? ഇപ്പൊ കാണാൻ ഞങ്ങൾ വന്നതാണ്. ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ട് വന്നതാണ്. ഏറ്റവും വലിയതാണെന്ന് പറഞ്ഞപ്പോ കാണാൻ വന്നതാണ്. അല്ല, ഇത് എപ്പോഴാ തുറക്ക? എന്താ പറഞ്ഞോ? അവർ പറഞ്ഞതുപോലെ ഏകദേശം 10 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ ഇത് തുറക്കുക. അപ്പോഴാണ് പൊതുജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനം ഉള്ളത്. അതുവരെ ഇവിടേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ പണ്ടത്തെ ഒരു ചരിത്രമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഈ മണ്ണെണ്ണ വിളക്കിൽ ജ്വലിച്ചുകൊണ്ടായിരുന്നു ഈ വിളക്കുമാടം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇത് ഇപ്പോൾ കാണുന്ന നിലയിലേക്ക് മാറിയിട്ടുള്ളത്. ഏകദേശം 13 മൈൽ ദൂരത്തു നിന്ന് വരെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ കപ്പൽ ഒക്കെ പോകുന്ന ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. നിങ്ങൾ ഏത് ഐറ്റമാണ് ഇത്തവണ കലോത്സവത്തിൽ? ഇങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട്? അപ്പം അടിപൊളിയാണ്. കൊല്ലത്തെ കാഴ്ചകളൊക്കെ കണ്ടോ? ഇനി എന്തെങ്കിലും കാണാനുണ്ടോ? ബാക്കിയുണ്ടോ? കുറെ സ്ഥലത്ത് പോകാനുണ്ട്. അപ്പം ഒരുപാട് സാംസ്കാരിക പൈതൃകം നിറഞ്ഞ ഒരു ഇടമാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പം എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ട് വേണം കൊല്ലത്തുനിന്ന് തിരിച്ചു പോകാൻ. ഓക്കെ, അപ്പോൾ എസ്കൻ അങ്ങനെയാണ്. കാരണം ഇത്തരത്തിൽ കൊല്ലത്തെ വിവിധ ഇടങ്ങൾ കാണാനായി നിരവധി പേരാണ്, സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് എത്തുന്നത്. ഇത്തരത്തിൽ കൂടുതൽ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടേ ഈ കലോത്സവം കഴിയുമ്പോൾ ഇവിടെ നിന്നും ഓരോരുത്തരും പിരിഞ്ഞു പോവുകയുള്ളൂ. നമ്മളും അതുപോലെ തന്നെ ആയിരിക്കും. കൊല്ലം മൊത്തം കണ്ട് എല്ലാ ഇടങ്ങളിലും പോയതിനു ശേഷം മാത്രമേ തിരിച്ച് നമ്മുടെ അതാത് ബ്യൂറോകളിലേക്ക് തിരിക്കുകയുള്ളൂ. എസ്കൻ. പ്രേക്ഷകരെ, വെൽക്കം ബാക്ക്. നമുക്കറിയുന്ന പോലെ ഇവിടെ കുറെ ആൾക്കാരെ കൂടി. എന്താ പേര്? എന്താ ഇവിടെ പരിപാടി? സീമയ്ക്ക് ക്ലാപ്പന ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ ഗൈഡ്സിന്റെ ചാർജ് ശ്രീലത. ഓക്കെ, മടത്തെ സ്കൂളിൽ നിന്ന് വരുന്നത്. വിജിത കരുനാപ്പള്ളി പോയി. ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. ഇവിടെ ഗൈഡ് ക്യാപ്റ്റനാണ്. ഓക്കെ, നിങ്ങളൊക്കെ സുഖാണോ? ഞാൻ ക്ലാപ്പന സ്കൂളിലെ സ്കൗട്ട്. എല്ലാം ക്ലാപ്പനക്കാരാ? നിങ്ങളെല്ലാം ക്ലാപ്പനയാണോ? അല്ല, റാന്നിയാണ്. റാന്നി. എന്താ ഇവിടെ കാണാൻ വന്നാണോ മത്സരിക്കാൻ? ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചറുമാണ്. എന്തോ? കോട്ടയം. നിങ്ങളെല്ലാം മത്സരിക്കാൻ വന്നോ? ഇല്ല, ഓക്കെ. എന്നെ കാണാൻ വന്നു.
അയ്യോ ആഷ്മി പറഞ്ഞു സാറ് വരുമെന്ന്. ആഷ്മി അങ്ങനെ പലതും പറയും, നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ സന്തോഷം. ഓക്കെ, അപ്പൊ കുറെ ആൾക്കാർ നമ്മളെ കാണാനായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. തള്ളാണെന്ന് പ്രേക്ഷകർ പറയരുത്. ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വന്നിരിക്കുന്നത് ഈ കുസാറ്റിലെ അധ്യാപകർക്കെതിരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നു. കുസാറ്റിലുണ്ടായ ദുരന്തം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. കൊച്ചിയിൽ നിന്ന് ശ്യാം കുമാർ തത്സമയം ചേരുകയാണ്. ശ്യാം, ഗുഡ് മോർണിംഗ്. ശ്യാം, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ അധ്യാപകരെ പ്രതികളാക്കാൻ, ഒരു മുൻ പ്രിൻസിപ്പൽ ഉൾപ്പെടെ പ്രതിയാണെന്ന് കേൾക്കുന്നു, എന്തായിരുന്നു അതിന്റെ ചേതോവികാരം? പറയൂ. SKN കുസാറ്റ് ദുരന്തത്തിൽ ആദ്യം അസ്വാഭാവികമായ മരണത്തിനാണ് കേസെടുത്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദുരന്തത്തിന് ഇടവെക്കുന്ന ഇടപെടലുകൾ നടത്തിയെന്ന പേരിൽ അധ്യാപകർക്കെതിരെ, പ്രത്യേകിച്ച് മുൻ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള 3 അധ്യാപകർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തിരിക്കുന്നത്. പോലീസിനെ വിവരം കൃത്യമായി അറിയിക്കാതിരിക്കുക, വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് തിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുക, അങ്ങനെ മനഃപൂർവ്വമായ ദുരന്തത്തിന് ഇവർ വഴിവെച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നിലവിൽ രജിസ്ട്രാറുടെ ഓഫീസ് കത്ത് പോലീസിന് കൈമാറിയില്ല എന്നുള്ളൊരു വിവരം പോലീസിന്റെ കൈവശമുണ്ട്. രജിസ്ട്രാർ ഉൾപ്പെടെ ഈ കേസിൽ പ്രതികളാകുമെന്നുള്ള സൂചനയും പോലീസ് നൽകുന്നുണ്ട്. നിലവിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇപ്പോൾ 304A പ്രകാരം 3 അധ്യാപകർ, അതിൽ മുൻ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ 3 അധ്യാപകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 4 വിദ്യാർത്ഥികളും മരിക്കുകയും 64 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വലിയ ദുരന്തത്തിലാണ് ഇപ്പോൾ അധ്യാപകരെ പ്രതികളാക്കി റിപ്പോർട്ട് കേസെടുത്ത കാര്യം പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. SKN. പ്രേക്ഷകരെ, നമ്മുടെ നടൻ GK പിള്ളച്ചേട്ടൻ്റെ മകനാണ് പ്രിയൻ. പ്രിയൻ, ഇന്നിപ്പോൾ 1 വർഷമായി അല്ലേ അദ്ദേഹം മരിച്ചിട്ട്? 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. നാളെ വെച്ച് ഹിന്ദുക്കളത് നാളെയാണ് 2ാം വർഷം നമ്മൾ ആഘോഷിക്കുന്നത്. GK പിള്ളച്ചേട്ടൻ ശരിക്കും ഒരു അത്ഭുതമായിരുന്നു. കാരണം ഇത്രയും പ്രേം നസീർ കാലം മുതൽ അല്ലേ 66 വർഷം അഭിനയിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ തൊട്ട് മുമ്പ് അഭിനയിച്ചു. മാത്രല്ല ഒരു കഠിനമായ വിളി കൊണ്ട് ഏഷ്യാനെറ്റ് പ്രേക്ഷകരെ ഞെട്ടിച്ചു അല്ലേ ആ സീരിയലിലൂടെ. വീട്ടിൽ പേടിപ്പിച്ച ആളത്തെ ശബ്ദം പെരുപ്പിച്ച അല്ലേ. അപ്പൊ പ്രിയൻ ഈ പരിപാടി ഉണ്ടോ? ഇല്ല, ഞാൻ ആദ്യമൊക്കെ പോയായിരുന്നു. അഭിനയിച്ചു നോക്കിയോ? നോക്കിയപ്പം ആ തട്ടാൻ ശരിയാവുന്നില്ല. അത് പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നടക്കത്തില്ല, സമയം നന്നാവണം. നോക്കാന്നുള്ള പരിപാടിയിൽ. ഓക്കെ, അപ്പൊ സന്തോഷം. കാണുക. അപ്പൊ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ മലയാള സിനിമയിൽ 2 GK പിള്ള ഉണ്ടായിരുന്നു. ഒന്ന് പ്രിയന്റെ അച്ഛൻ GK പിള്ളച്ചേട്ടൻ. അത് ആ GK പിള്ളച്ചേട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളുടെ അദ്ദേഹം ചെയ്തത്. മിലിറ്ററിയിൽ നിന്ന് വന്ന ആളായിരുന്നു. 2 കൊല്ലത്തിന് മുമ്പാണ് മരിച്ചത്. ചെറിയൻകീഴിൽ പ്രേം നസീറിന്റെ ഒക്കെ അടുത്ത സ്നേഹിതനായിരുന്നു. പിന്നെ ഒരു GK പിള്ളയുള്ള കൊല്ലം GK പിള്ളയായിരുന്നു. അദ്ദേഹം KSRTCയിൽ ജോലി ചെയ്യുന്ന ഒരു ബസ് കണ്ടക്ടർ ആയിരുന്നു കൊല്ലം GK പിള്ള. അദ്ദേഹം ഈ തമാശ റോഡുകളിലൊക്കെ തന്നെ അദ്ദേഹം അഭിനയിച്ചിരുന്നു. അപ്പോൾ ഈ 2 GK പിള്ളമാരും നമ്മോട് വിട പറഞ്ഞു പോയി. ഈ കൊല്ലം GK പിള്ളച്ചേട്ടൻ ഒരുപാട് ഈ നമ്മുടെ ഇതിഹാസ തുല്യമായ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഇത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും അവസാന കാലത്ത്, അതായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ജീവിത സായന്ത്രത്തിൽ പോലും പരമ്പരകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിരുന്നു. ഒരിക്കലും അദ്ദേഹം വെറുതെ ഇരിക്കില്ലായിരുന്നു. ഒരു സൈനികൻ്റെ ഒരു ശക്തിയോടെയായിരുന്നു GK പിള്ളച്ചേട്ടൻ പെരുമാറിയിരുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത ഒരു ചങ്കായിരുന്നു GK പിള്ളച്ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഈ കൊല്ലത്തിൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർമ്മിച്ചു പോകുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മത്സരം എല്ലാ വേദികളിലും ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് യഥാർത്ഥത്തിൽ ആരായിരിക്കും പോയിന്റ് നിലയിൽ മുന്നിട്ട് നിൽക്കുക എന്ന് അറിയാനുള്ളൊരു ദിവസമാണ്. ഇന്ന് മുന്നിൽ നിൽക്കുന്ന ആളായിരിക്കും മിക്കവാറും ആ ജില്ലയായിരിക്കും കപ്പ് കൊണ്ടുപോവുക. കോഴിക്കോട് നിന്നാണ് കപ്പ് കൊല്ലത്തേക്ക് കൊണ്ടുവന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് മുമ്പ് മത്സരമെല്ലാം അവസാനിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവിധമായ ഏജൻസികൾ ഇവിടെ പ്രവർത്തിക്കുന്നവരുടെ കേരള സർക്കാരിൻ്റെ ആംബുലൻസുകളും ഒക്കെ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആംബുലൻസിലെ ഒരു ചേട്ടനോട് ചോദിക്കാം, അവരൊക്കെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. ആ ചേട്ടാ എന്താ പേര് പറഞ്ഞേട്ടാ? ചേട്ടാ എത്ര ദിവസമായിട്ടുണ്ട് ഇവിടെ? മനങ്ങാന്ന് പോലെ ഉണ്ട്. അടിയന്തര സാഹചര്യത്തിലുണ്ട്. വീട് എവിടെയാ? വീട് പകൽക്കുറി, തിരുവനന്തപുരം ജില്ലയല്ലേ. ചേട്ടൻ നല്ല സൂപ്പറാണ്. ഓക്കെ, ചേട്ടനൊക്കെ ഇങ്ങനെ മനസ്സിൽ എത്രയോ, അത് നമ്മളിപ്പം പലപ്പോഴും MLA-മാരെയും മന്ത്രിമാരെയും പൊതുപ്രവർത്തകരെയൊക്കെയാണ് അറിയുന്നത്. എന്നാൽ അവരൊന്നും അല്ലാത്ത ഒരുപാട് സാധാരണക്കാർ ഈ മത്സരം വിജയിപ്പിക്കാൻ വേണ്ടി ഇത് ചെയ്യും. ആ മോളെ, എന്താ മോളുടെ പേര്? മോളെ ഏത് ഐറ്റത്തിലാണ് പങ്കെടുത്തത്? ഭരതനാട്യം. ഓക്കെ, ആദ്യത്തെ ഭരതനാട്യം, ആദ്യത്തെ കാൻഡിഡേറ്റ് ആയിരുന്നു. ഏത് സ്കൂളാ മോള്? മോള് കോഴിക്കോട് ജില്ലയിലെ. നമുക്കൊരു ബിറ്റ് കാണിക്കാവോ? ഓക്കെ, അപ്പൊ എങ്ങനെ പാട്ടെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും നമ്മള്? പാട്ട് മൊബൈൽ കൂടി ഇടാവോ? ഓക്കെ, ഞാൻ മൈക്ക് പിടിച്ചു തരാം. മോള് കളിച്ചോണേ. ഓക്കെ, ടീച്ചറിന്റെ കയ്യിലുണ്ട്. അമ്മയാണോ? ടീച്ചറാണോ? അമ്മയാണ്. അമ്മയുടെ പേരെന്താ? നിങ്ങളുടെ വീട് എവിടെയായിട്ട് വരും? വീട് കുറെ സമയമായിട്ട് ഇങ്ങനെ ചുറ്റി കിടക്കുന്നതിന് കാര്യമുണ്ടായിരുന്നു? ഇല്ല, കാണാമെന്നാ.
കാണണം. ഓക്കെ, താങ്ക് യു. ചേട്ടൻ സലീം മാലിക്കിന്റെ പഴയ ഫ്രണ്ടാ, പിടിച്ചോ. ഉണ്ണിയാർച്ചയുടെയും ലോകനാർക്ക് അമ്മയുടെയും നാട്ടിൽ നിന്ന് വരികയാണ്, കോഴിക്കോട് വടകര. ഉണ്ണിയാർച്ച അറിയല്ലേ? ഓക്കെ, അപ്പൊ റെഡിയായോ? റെഡി. ഓക്കെ, മോള് കളിച്ചോ. മോള് കളിച്ചോ. കേൾക്കുന്നുണ്ടോ മോളെ? കേൾക്കാൻ പറ്റുമോ? മോളെ വേലി തീർത്ത് ഡാൻസ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം. പ്രേക്ഷകരെല്ലാം ചെയ്ത് വിളിക്കും. ഓക്കെ മോളെ, മിടിക്കായിട്ട് വരിക. ആദ്യത്തെ മത്സരാർത്ഥിയല്ലേ, വിജയ് ഭവ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതുപോലെ നമ്മളിപ്പോൾ വഴിയെ നടന്ന ഇഷ്ടം പോലെ പ്രതിഭകളെ കാണാൻ പറ്റും. ഇപ്പോൾ പ്രതിഭകളെ കൊണ്ടങ്ങ് നമ്മളങ്ങ് ഇതായിരിക്കാണ്. അപ്പോൾ നമുക്കിനി ഒരു കലോത്സവ വേദികളിൽ നിറഞ്ഞു നിന്ന ഒരു ചിത്രകാരനെ നമുക്കിനി പരിചയപ്പെടാം. ഒരു ചിത്രകാരൻ, ഒരു സ്റ്റോറിയാണ്. അത് നിങ്ങൾ കാണുമ്പോഴത്തേന് ഞാൻ അടുത്ത സ്ഥലത്തെത്തും. അപ്പോൾ VCR പ്ലീസ് പ്ലേ. വേദിയിൽ മൊഞ്ചത്തിമാരുടെ ഒപ്പന. പിന്നിൽ അലസമായി കപ്പലണ്ടി വായിലിട്ട് ഒപ്പന വീക്ഷിക്കുന്ന റിപ്പോർട്ടർ. ഇനിയാണ് പ്രധാന താരത്തിന്റെ എൻട്രി. സ്കെച്ചിന് പറ്റിയ ഫിഗറിനായി ഒന്നാം വേദിക്ക് മുന്നിൽ ഓരോ മുഖങ്ങളും ആശാൻ സ്കാനറിലൂടെ കടത്തിവിടുകയാണ്. അങ്ങോട്ട് കുരുങ്ങുമീനെ. കോഴിയെ കണ്ട കുറുക്കനെ പോലെ ചിത്രകാരൻ ഒരരികത്ത് മാറി നിന്നു. ചേട്ടാ ഗംഭീരമായി. എന്റെ ഫിഗർ കണ്ടിട്ട് എന്തെങ്കിലും ക്വാളിറ്റി തോന്നുന്നുണ്ടോ? താങ്കളൊരു നല്ലൊരു സുമുഖനായിട്ട് ഇതിൽ തോന്നിയിട്ട്. കളിയാക്കിയതല്ലോ. കളിയാക്കിയതല്ല, കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ബോഡി സ്ട്രക്ചർ നല്ല പെട്ടെന്ന് എനിക്ക് കിട്ടി. സാധാരണ എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ മുമ്പൊക്കെ ഇങ്ങനെ കിട്ടാറില്ല. പക്ഷേ എന്താ വെച്ചാൽ താങ്കളെ ഇങ്ങനെ വരയ്ക്കുമ്പോഴേക്കും എനിക്ക് താങ്കളുടെ ആ പോസ് പെട്ടെന്ന് എനിക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് 12 മണിക്ക് ഇവിടെ എത്തിയിട്ട് ഏകദേശം 150ഓളം ചിത്രങ്ങൾ ഇപ്പോൾ വരച്ച് കഴിഞ്ഞു. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു ദിവസം പറ്റാവുന്ന മാതിരി 1-2 ദിവസം അവിടെ തങ്ങി എടുക്കുകയാണ് ഇതിൻ്റെ പ്രധാന ഘടകം. അപ്പോൾ ഞാൻ ഓരോ ക്യാരക്ടറിങ് അവർ പോയി ഇങ്ങനെ കാണുമ്പോൾ താങ്കൾ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ താങ്കളുടെ മുഖം ഒരു പറ്റിയ ഇതായിട്ട് തോന്നി. അതുകൊണ്ട് ഇപ്പോൾ ഇതിലേക്ക് എടുത്തു. അപ്പോൾ ഏതെങ്കിലും സുഹൃത്തെ കണ്ടതിൽ സന്തോഷമുണ്ട്. അപ്പോൾ താങ്കളൊരു ഇവിടെ വന്നുള്ളൊരു ഐഡൻറ്റിറ്റി ഇതിൻ്റെ വേണമല്ലോ, തെളിവ് വേണമല്ലോ. അപ്പോൾ താങ്കളൊരു കാര്യം ചെയ്യുക, താങ്കളുടെ പേരും ആ ഫോൺ നമ്പറൊക്കെ വെറുതെ ഒന്ന് എഴുതും. ബാക്ക് ടു EA രാജേന്ദ്രൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇദ്ദേഹത്തെ തിരക്കി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത് രാവിലെ. അത് പ്രമാണിച്ച് പുള്ളി സ്ഥലം വിട്ടു. നമ്മൾ പറഞ്ഞില്ല അല്ലേ? ഇല്ല, നമ്മൾ വിചാരിച്ച അദ്ദേഹത്തെ പോയത് ഞെട്ടിയത് നമ്മളാണ്. അവിടെ ആരുമില്ല, വാതിലൊക്കെ അടച്ചിട്ടേക്ക്. ഞാൻ പറഞ്ഞു അടുത്തതായി സന്ധ്യ രാജേന്ദ്രൻ, EA രാജേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ആരും ചേർന്നില്ല. നന്നായി അല്ലേ? പറഞ്ഞിട്ട് വരണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കലോത്സവം കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? കലകി. സൂപ്പർ അല്ലേ? കൊല്ലത്ത് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇല്ല, ഇത്രയധികം ആളുകളുടെ ബാഹുല്യം, ഭയങ്കര ജനമായിരുന്നു.
നമ്മളൊക്കെ ഇന്നലെ ഇടി കൊണ്ടായിരുന്നു, ആൾക്കൂട്ടത്തിൽ ഇറങ്ങി നോക്കി, നല്ല ഇടിയായിരുന്നു, അത്യാവശ്യം നിലവാരം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വല്ല കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ കലോത്സവത്തിൽ അന്ന് ഈ കോളേജ് തലത്തിലുള്ള ഉത്സവങ്ങളിലാണ് പങ്കെടുത്തത്. അന്ന് നാടക മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകുന്നതിന് മുമ്പാണ്. ഞാൻ BSc പഠിക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഇവിടെ ഏറ്റവും അനുസ്മരിക്കുന്ന കൊല്ലത്തെ താരങ്ങളിൽ O മാധവന്റെ സ്ഥാനമാണ് പ്രധാനം. സ്വന്തം അമ്മായിച്ചനാണെന്നുള്ള മാറ്റി നിർത്തിയാൽ O മാധവൻ എന്നുള്ള കലാകാരനെ എങ്ങനെ താങ്കൾ വിലയിരുത്തും? അദ്ദേഹത്തിൽ നിന്നാണ് എല്ലാവിധ ടെക്നിക്കുകളും ഞാൻ പഠിച്ചത്. കുറെ പഠിച്ചു. ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്ന ടെക്നിക്ക് അദ്ദേഹത്തിന്റെ ടെക്നിക്കാണ്. അദ്ദേഹത്തിന്റെ മക്കൾക്ക് ആ ടെക്നിക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് ഇല്ല, മക്കൾ പഠിച്ചിട്ടില്ല. അങ്ങനെ നടക്കട്ടെ, നമുക്കല്ലേ പറയാൻ പറ്റൂ. ഇപ്പൊ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ, നിങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഭാഗ്യത്തിൽ. കാരണം അദ്ദേഹം നമ്മളോട് പറയും, ഈ ആളുകൾ എപ്പോഴും നമ്മൾ ഈ ജനങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡാണല്ലോ. അന്ന് നാടകത്തിനേക്കാൾ കൂടുതൽ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്, ഇപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോഴാണ് കൂടുതൽ മറ്റു തരത്തിലുള്ള മീഡിയകളൊക്കെ വന്നത്. അപ്പോൾ ചിലയിടത്ത് നാടകം പരാജയമാവും, ചിലയിടത്ത് നാടകം വിജയമാവും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞുള്ളത്, പരാജയപ്പെടുമ്പോഴും വിജയം വരുമ്പോഴും നമ്മളൊരു എന്താ പറയുക, ഒരു പാസീവായിട്ടുള്ള മുഖത്തോടു കൂടി നിൽക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു. അപ്പോൾ ശ്രീ E. രാജേന്ദ്രൻ, താങ്ക് യു. ഈ O മാധവന്റെ മകൾ സന്ധ്യ രാജേന്ദ്രന്റെ ഭർത്താവ് കൂടിയാണ്. ഇദ്ദേഹം അഭിനയിച്ച സിനിമകളൊക്കെ പ്രേക്ഷകർക്ക് പരിചയമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ മുകേഷ് ഇപ്പോൾ വന്നിരുന്നു, എന്നോട് സംസാരിച്ചു. അപ്പോൾ മുകേഷ് സന്ധ്യ രാജേന്ദ്രന്റെ സഹോദരനാണ്, അഥവാ അളിയൻ്റെ അളിയനാണ് അല്ലേ? ഓക്കെ, സന്തോഷം. നിങ്ങൾ പോയിട്ട് ആ പഴയടത്തിൻ്റെ ഫുഡൊക്കെ ഒന്ന് കഴിക്കണം കേട്ടോ, നല്ല ആരോഗ്യമായിരിക്കും. നല്ല സൂപ്പർ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി കഴിക്കുന്നേ. പുട്ടും കടലയും. നിങ്ങൾ രാവിലെ എന്തോ അടിച്ച് പെരുക്കുന്നത്? ഊണ് ഉച്ചയ്ക്ക് അടിക്കാം. അപ്പോൾ നമ്മളുണ്ടാവും, ഒന്നിച്ചുണ്ടാവും. അപ്പോൾ നല്ല ഭക്ഷണക്കാരനാണെന്ന് തോന്നുന്നു കേട്ടോ, നടൻ കൂടി മാത്രമല്ല. അപ്പോൾ ഇനി നമുക്കൊരു ചെറിയ ഇടവേള വേണം. ബ്രേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഈ മോർണിംഗ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കും. പക്ഷേ കലോത്സവത്തിൻ്റെ കവറേജ് നമ്മൾ അവസാനിപ്പിക്കില്ല. ഇന്നും നാളെയും ഈ കലോത്സവം തീരും. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ആശ്രമ മൈതാനത്തും പരിസരപ്രദേശത്ത് നടക്കുന്ന കലോത്സവത്തിൻ്റെ എല്ലാ വേദികളിൽ നിന്നുള്ള മനോഹരമായ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ മൊബൈൽ ഫോണിലും നമ്മൾ എത്തിച്ചു തരും. അപ്പോൾ 24-ഒപ്പം തന്നെ തുടരുക. മത്സരമൊക്കെ എങ്ങനെ നടക്കുന്നു? വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറഞ്ഞോളൂ. മത്സരമെല്ലാം വളരെ നല്ല നിലയിൽ, ഒരു പരാതിയുമില്ലാതെ, ഒന്നിനൊന്നും മെച്ചപ്പെട്ട നിലയിൽ മത്സരം. പരാതി വരെ ആളില്ലെന്ന് മാത്രമല്ല, ജനസമുദ്രമാണ്. ഞങ്ങളെ അനുഭവിച്ചു, ഇടി ഒരുപാട് കിട്ടി, അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങി നടന്നു. 24 സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള ആളാണ്. നമ്മൾ ആദ്യം ആശങ്കപ്പെട്ടത് ആളില്ലായിരിക്കും, പല സ്ഥലങ്ങളിലും ആളുണ്ടാവില്ല എന്നാണ്. പക്ഷേ ഭയങ്കരമായ ജനമാണ്. താങ്കൾക്ക് ഫീൽ ചെയ്തു? സ്റ്റേജ് പന്തലിന്റെ കമ്മിറ്റിയുടെ കൺവീനറാണ്. വളരെ കൊല്ലത്തെ ഈ കലോത്സവം 62ാമത് കലോത്സവം ചരിത്രത്തിൽ ഇടം പിടിയിരിക്കുന്ന ഒരു കലോത്സവമായി മാറുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. താങ്കളുടെ ഭാരവാഹിത്വമായിരിക്കും കലോത്സവത്തിൽ? ഞാനിതിന്റെ ഫൈനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇപ്പൊ കാശ് ചെലവാക്കുന്നത് സൂക്ഷിച്ച് ചെലവാക്കണേ. ഓഡിറ്റൊക്കെ ഉള്ള 1 കോടി രൂപയ്ക്കാണ് ഈ പന്തലും നിങ്ങളടക്കം മുഴുവൻ ആളുകൾ ഇൻഷുർ ചെയ്തിരിക്കുകയാണ്. എന്നെ കൂടെ ഇൻഷുർ ചെയ്യാൻ ഞാൻ ഇന്നലെ ആൾക്കൂട്ടത്തിലൊക്കെ ഇറങ്ങിയതാ. വല്ലതും ബ്ലേഡ് വെച്ച് പൊതിയല്ലോ. ഇൻഷുർ ചെയ്യാം. ഓക്കെ മക്കളെ, വൈറൽ വീഡിയോ എന്ത് ചെയ്യും? വൈറൽ മോളല്ലേ കിട്ടിയായിരുന്നു മോളെ? ഇന്നലെ ഇവിടെ ഒരു വീഡിയോ വൈറലായെന്ന് പറഞ്ഞു, ഞാനത് കണ്ടില്ല. മോളുടെ പേരെന്താ? അനഘ. എന്തായിരുന്നു മോളെ അതിനകത്ത് വീഡിയോയുടെ സംഭവം? ഞാൻ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പം എന്റെ ഡ്യൂട്ടിയിലുള്ളവർക്ക് എന്നെ അടിച്ചോ? എവിടെ അടിച്ചു? തമാശ അടിച്ചു. അപ്പൊ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞ വീഡിയോ അത് ഞാൻ അറിയാതെ എടുത്ത് വൈറലാക്കിയതാ. അതാണോ വൈറലായി? അത് ഒരുപാട് പേര് കണ്ടോ? ആൾക്കാരൊക്കെ പറഞ്ഞോ? മോളുടെ കയ്യിൽ ഫോണുണ്ടോ? ഇല്ലല്ലേ? ചേട്ടൻ്റെ. ഓക്കെ, ഒരു കാര്യം ചെയ്യാൻ മോളെ, അത് മിടുക്കായി. മോളുടെ സ്കൂളിൽ എല്ലാവരും വിളിച്ചോ അതിനുശേഷം? നന്നായിരിക്കട്ടെ. തൊപ്പിയൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ, കിടിലായിട്ടുണ്ട്. ഒരു സല്യൂട്ട്. ഓക്കെ, ബൈ. അപ്പോൾ അവളുടെ വീഡിയോ വൈറലായി. ഇവിടെ ഒരുപാട് വൈറലാവുന്നുണ്ട്. അതിനിടയ്ക്ക് ആ കുട്ടിയുടെ വീഡിയോ വൈറലായി. പ്രേക്ഷകർ വേണേൽ തെരഞ്ഞു പിടിച്ചോ. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ 1ാം വേദിയിലാണ് നമ്മൾ അതിൻ്റെ വരാന്തര നിൽക്കുന്നത്. എന്നിട്ട് നമുക്കിനി ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഈ മോർണിംഗ് ഷോ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. അപ്പം നിങ്ങൾക്കറിയാം, ഒരുപാട് പഴയ കലാകാരന്മാർ കലോത്സവ വേദിയിൽ എവിടെ നിന്ന് വരികയായിരുന്നു? അങ്ങനെ. ഓക്കെ, നന്നായിരിക്കട്ടെ അമ്മ. ഓക്കെ, ഇപ്പൊ എല്ലാരും കണ്ടു, നാട്ടുകാരും കണ്ടു. ഓക്കെ, അപ്പോ മാത്രമല്ല ഈ P. ജയചന്ദ്രൻ,
KS ചിത്ര, വിനീത്, അങ്ങനെ തുടങ്ങിയ എല്ലാ ആളുകളും ആ പഴയ ആൾക്കാരുടെ മത്സരവേദികൾ തിളങ്ങിയ താരങ്ങളുടെ കുറേ ഒരു ചിത്ര പ്രദർശനത്തോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ അവസാനിക്കാം. വിശാലമായ ഈ ആശ്രാം മൈതാനത്ത് മത്സരം തുടരുകയാണ്. നിങ്ങൾക്കറിയാം, അപ്പോൾ നല്ല വെയിലുണ്ട്, അത്യാവശ്യം വെയിലുണ്ട്. പക്ഷേ ഈ വെയിലെന്ന് പറയുന്ന കാര്യം ഒരു സർഗ ലോകമായി ഈ ആശ്രാം മൈതാനം മാറിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നാളെ രാവിലെ നമുക്ക് മോർണിംഗ് ഷോയിൽ തുടരാം. അതുപോലെ ഈ ചിത്ര പ്രദർശനത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഈ ചിത്രങ്ങൾ കണ്ട് നിങ്ങൾ ഈ കലോത്സവത്തിൻ്റെ നല്ല കാലത്തെക്കുറിച്ച് ഓർമ്മിക്കുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ബൈ. ഓവർ ടു സ്റ്റുഡിയോ. അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.